എനിക്കൊക്കെ ഒരുപാട് പ്രഷർ വന്നാണ് നമ്മളായത്. മീൻസ് ഈ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്ത് പലപ്പോഴും നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട് എങ്കിലും നമ്മളുടെ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേസ് ട്രൈ ചെയ്യും, എങ്ങനെ ഇത് ഓവർകം ചെയ്യാന്നുള്ളത് നോക്കും. കാരണം നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ ഹിഡൻ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ മാനേജേഴ്സിന്റെ ഇതാണെന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരു ഇൻസിഡന്റ് ഓർക്കാം. പണ്ട് ഞാൻ വിപ്രോയിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇതേപോലെ തന്നെ ഒരാൾക്ക് ഇതേപോലെ അന്ന് ഈ ലൈൻ ഐറ്റം ആണല്ലോ, നമ്മൾ എല്ലാം ലൈൻ ഐറ്റം ആയിട്ടാണ്, നമുക്ക് IT ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്കറിയാം, ക്ലയന്റ് തരുന്നത് എല്ലാം ലൈൻ ഐറ്റം ആയിട്ട് വലിയൊരു ഡോക്യുമെന്റ് ആയിരിക്കും തരുന്നത് എക്സൽ ഷീറ്റിൽ. അപ്പോൾ ആളിതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷനാലിറ്റി കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് പ്രഷർ കയറും, BP ഷൂട്ടാവും, കിടപ്പാവും, ഇതൊക്കെയാവും. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ആൾക്ക് പറ്റുന്നതെന്ന്. അത് കഴിഞ്ഞാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ പുള്ളിക്ക് ഇതെല്ലാം കൂടെ വായിച്ചിട്ടാണ് പ്രശ്നം. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ നിനക്ക് ഇന്ന് ചെയ്യാനുള്ള സാധനം ഇന്ന് രാവിലെ വരുമ്പോൾ തരും, അതല്ലാണ്ട് നീ ലൈൻ ഐറ്റം എടുത്ത് വായിച്ചു പോകരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എടുത്ത് ഓരോ ഇതായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം ഹി ബിക്കം വൺ ഓഫ് ദ ടോപ്പ് ഡെവലപ്പർ ഇൻ ദർ. അതേപോലെ തന്നെയാണ് പലർക്കും എല്ലാം ഇത് ആസ് എ ഹോൾ, എസ്പെഷ്യലി ജൂനിയേഴ്സ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ റിക്വയർമെന്റ് ഒന്ന് വായിക്കുക, അതിനുശേഷം ഇതും മൊത്തമായിട്ട് ഇത് ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ളത് ഇത് കണ്ടിട്ട് പേടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് മാനേജേഴ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ തന്നെത്താൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് പോസ് ചെയ്യുക, ഇത്രയും സാധനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. എന്നിട്ട് ഞാൻ പണ്ട് പിള്ളേരോട് പറയുന്ന കാര്യമുണ്ട്, ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക. അതായത് നമ്മളൊരു ഇതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കൊച്ചു മൊഡ്യൂളിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാണ്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ചെയ്യുന്നതിൽ എത്രത്തോളം ഇത് ഡെലിവറി ബാധിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, ഇതിന്റെ ഹെൽപ്പ് അല്ലെങ്കിൽ ഇതിന്റെ ഇന്റഗ്രേഷൻ ഹെൽപ്പ് എവിടുന്നാണ് നമുക്ക് കിട്ടാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം ഇത് ഞാൻ അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. ലെറ്റ്സ് കണ്ടിന്യൂ. വളരെ സന്തോഷം കൃഷ്ണമാജി ആ ഒരു പോയിന്റ് ആഡ് ചെയ്തതിൽ. നമ്മളോടൊപ്പം ഇന്ന് 2-3 പേരും കൂടി വിശിഷ്ട വ്യക്തികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അവരിലേക്കൊന്ന് പോയിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. ഞാൻ അതിന് മുന്നേ അതർ പ്ലേസ് ടു ടോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലബിനെ കുറിച്ച് പറയാം. നമ്മളുടെ എല്ലാ ഡിസ്കഷൻസും നമ്മൾ സമയബന്ധിതമായിക്കൊണ്ട് മാക്സിമം ഒരു 1 hour അല്ലെങ്കിൽ മാക്സിമം 1.5 hours നമ്മൾ തീർത്തുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കഷൻസ് കൊണ്ടുപോകാറ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷൻസ് വളരെ ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് എല്ലാവരും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഈ ഒരു ചർച്ചയിൽ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. സോ ഞാൻ എന്നോടൊപ്പം ഇപ്പോൾ സ്വാമി സന്ദീപാനന്ദഗിരി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്കൊന്ന് പോയിട്ട് നമുക്ക് മറ്റുള്ള സ്പീക്കേഴ്സിലേക്കൊന്ന് വരാം. സ്വാമിജി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്കളിവിടെ ജോയിൻ ചെയ്ത സ്ഥിതിക്ക് ഞാൻ നമ്മൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ IT-കാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ മേഖലകളിലും ഈ കട്ട പ്രഷർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ കൂളായിരിക്കാം എന്ന് താങ്കൾക്കും ഈ ഒരു കാര്യത്തിൽ ഒരു സജഷൻ പറയാനുണ്ടാവുമല്ലോ. ഞാൻ താങ്കളിലേക്ക് വന്നത്, മറ്റുള്ള സ്പീക്കേഴ്സ് കുറേ പേര് പാനലിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ താങ്കളിലേക്ക് വന്നതിൻ്റെ കാരണം താങ്കൾക്ക് ഈ ഒരു മേഖലയുമായിട്ട് കാരണം ഒരു ആധ്യാത്മികമായിട്ടും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളും കുറച്ചധികം സംസാരിക്കാനുണ്ടാവും എന്നറിഞ്ഞുകൊണ്ടാണ് താങ്കളിലേക്ക് ഞാൻ വരുന്നത്. മറ്റുള്ള സ്പീക്കേഴ്സിലേക്കെല്ലാം തന്നെ ഞാൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ സന്ദീപാനന്ദഗിരിയിലേക്ക് പോകുന്നു. സ്വാമിജി ഒന്ന് നമുക്ക് സ്പീഡാക്കാം. എന്തായാലും നമസ്കാരം. കട്ട പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രഷർ കുക്കറിന്റെ മുകളിൽ വയ്ക്കുന്ന ഒരു കട്ടയുണ്ട്, വിസിലടിക്കാതിരിക്കാൻ വേണ്ടി ചിലർ വയ്ക്കും. അങ്ങനത്തെ അവസ്ഥയിൽ ആളുകൾ ഇരിക്കാറുണ്ട് IT-യിലും എല്ലായിടത്തും. എങ്ങനെ കൂളായിട്ട് ഇരിക്കാന്നുള്ളത്, നിങ്ങളുടെ എന്താ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂലാന്ന് പണ്ടുള്ളവർ പറയും. അതെങ്ങനെ നമുക്ക് സാധിക്കുന്നതാണ്? ഇതൊക്കെ അതിന് പറ്റിയ ടൈറ്റിലുകളാണ്. ഒന്ന്, ഇതിലേക്ക് ഇപ്പോ സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് മാർഗങ്ങളെ പറയും. ഈ സാക്ഷിഭാവത്തിലെല്ലാം നോക്കിക്കാണുക എന്നുള്ളത്. ഈ ഗീതയിൽ ഒരു ഉദാഹരണം പറയുക, പത്മപത്രം ഇവ അംബസാണ്. താമര ഇതളില്, ആ താമര ഇലയില് ജലത്തുള്ളി, ചേമ്പിന്റെ ഇലയിൽ വെള്ളത്തുള്ളി നിൽക്കുന്നത് പോലെ അല്പം പോലും അതിന് യാതൊരു വിധത്തിലുള്ള ഒട്ടലും ഇല്ലാത്തൊരു നിൽപ്പ്. അത് നമുക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും അത് സാധിക്കുന്നത്, ഓരോരുത്തരും ഇപ്പോൾ ഒരു IT നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങളുടെ പ്രഷറൊക്കെ പലർക്കും
സംഗതി ഒന്നായിരിക്കുമെങ്കിലും അത് ഓരോരുത്തരും ഡീൽ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ്. ഒരു വേദാന്ത ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ ഉത്തരം പറയുകയാണെങ്കിൽ, ഈ ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, ഈ ചക്ക മുറിക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടാണ് ഈ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്, ഏത് കർമ്മവും. പക്ഷെ അത് മനോഹരമായിട്ട് മുറിക്കാൻ അതിൽ എണ്ണ പുരട്ടിയാൽ, കയ്യിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയാൽ എന്നാൽ ഈ ഒട്ടിപ്പിടിക്കുക പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു അറിവ്, നമുക്ക് ഒരു ജ്ഞാന തൈലം, അത് നമ്മൾ പുരട്ടിയിട്ടാണ് ഈ IT അല്ല എവിടെയാണെങ്കിലും നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അത് അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനം അതിനാവശ്യമാണ്. അത് നമുക്ക് വീട്ടിൽ നിന്നും എപ്പോഴും നമ്മൾ നിരീക്ഷിക്കണം. നമുക്ക് തോന്നുന്നു ഇതിലൊരു എക്സസൈസ് ആയിട്ട് സാധാരണഗതിയിൽ പറയാറ്, രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ഒന്ന് റീവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്യും. രാവിലെ മുതൽ ഇപ്പൊ രാത്രി വരെ എന്തായിരുന്നു എന്നുള്ളത്. അത് വീട്ടിലതും സകലതും, റോഡിൽ ട്രാഫിക്കിൽ ഉണ്ടായിട്ടുള്ളത് മുതൽ എല്ലാം, എവിടെയൊക്കെ നമുക്ക് കുറച്ച് എറർ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അത് കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് സോറി പറയേണ്ടത് സോറി പറയാം. ഇതൊക്കെ യാന്ത്രികമായിട്ട് ശരിക്കും പറഞ്ഞാൽ ചിലർ ചെയ്യാറുണ്ട്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി എന്ന് പറഞ്ഞൊരു കിടന്നുറങ്ങലുണ്ട്. ആ മന്ത്രത്തെ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ ഇതാണ്, എൻ്റെ ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് അതൊക്കെ എങ്ങനെയായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് സ്വയം പറയുക. അപ്പം പിറ്റേ ദിവസം നമുക്ക് പോയിട്ടും പറയാം, തീർക്കാം. ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പ്രഷർ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. ചെറിയൊരു പ്രഷർ ഉണ്ടാവും. ചായയുടെ നമ്മളിപ്പോ ഇങ്ങനെ നല്ല ഇതിൽ നിൽക്കുമ്പോൾ ഒരു ചായ വേണമെന്ന് പറഞ്ഞു, അയാളോട് പറഞ്ഞു, നല്ല ചൂട് വേണം കേട്ടോ, നീ ഇങ്ങനെ ഐസ് വാട്ടർ പോലെ കൊണ്ടുതരരുത്, നിന്റെ മുഖത്ത് ഞാൻ ഒഴിക്കും എന്നൊക്കെ പറയും നമ്മൾ. ഇവൻ കൊണ്ടുവന്നത് ഐസ് വാട്ടറിനേക്കാൾ കഷ്ടമായിട്ടുള്ളതാണ്. അത് മതി, ഒരു ചായയുടെ ചൂട് കുറഞ്ഞത് മതി നമ്മളെ മൊത്തത്തിൽ കീഴ്മേൽ മറിക്കാൻ. അപ്പൊ വാസ്തവത്തിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളെ മാറി നിന്ന് നോക്കുമ്പോ നമ്മളോട് തന്നെ ഒരു ലജ്ജ തോന്നും. അങ്ങനെ തോന്നണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ കൂളായിട്ട് ഇരിക്കാൻ പഠിക്കും. ഇതാണ് ഇതിലെ ഈ ബെർണാഡ് ഷായെ പോലെ ഭാര്യ അകത്ത് നിന്ന് പൂരെ തെറി വിളിക്കുകയാണ് ഇയാളെ. മൂപ്പരിങ്ങനെ നാട്ടുകാരൊക്കെ ആയിട്ട് ഫിലോസഫി ഒക്കെ പറഞ്ഞിരുന്നു. അവസാനം അവർക്ക് സഹിക്ക വയ്യാതെ ഒരു കുടം വെള്ളം എടുത്ത് ഇയാളുടെ തലയിൽ കൂടെ ഒഴിച്ചു. അപ്പൊ അങ്ങോട്ട് പറയാണ്, ഇടി വെട്ടിയപ്പോഴേ ഞാൻ കരുതിയിട്ടുണ്ട് മഴ പെയ്യും എന്ന്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ. ഇത് സ്വാമി ഉദാഹരണമൊക്കെ പറയാം. സ്വാമിക്ക് അറിയില്ല ഞങ്ങളുടെ പ്രശ്നം. നമുക്കും ഒരുപാട് പ്രഷറും ഈ പറഞ്ഞതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കൂളായിട്ടിരിക്കും. തീർച്ചയായിട്ടും സ്വാമിജി പറഞ്ഞ പോയിന്റ്സുകളെല്ലാം വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്. കാരണം എത്രത്തോളം നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ്, അത് ഈ ഒരു IT ഫീൽഡ് പ്രത്യേകിച്ചും നമുക്ക് ക്ലയൻസിനോടും അതുപോലെ തന്നെ IT ഫീൽഡിൽ നിന്നല്ല ഏതൊരു ഫീൽഡിലായാലും നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ അത് ക്ഷമിക്കുക, അത് മറ്റുള്ളവരോട് തുറന്നു പറയാനും അതിന് മറ്റുള്ളവരെ ക്ഷമ ചോദിക്കുവാനും നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും തെറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെയാണ് ഒരാൾ നല്ലത് ചെയ്താൽ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റും. കാരണം പലപ്പോഴും IT ഫീൽഡ് എന്നല്ല ഏത് മേഖല എടുത്താലും ഇന്നത്തെ ലോകത്തിൽ ആളുകൾക്ക് മടിയാണ് ഒരാളെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാൻ അഭിപ്രായം, അല്ലെങ്കിൽ ആ നല്ലത് എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. എന്തിനാണത് ഇത്ര മടിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ നല്ലത് ചെയ്താൽ അയാൾ നല്ലതെന്ന് പറയണം, ചീത്ത ചെയ്താൽ അത് അദ്ദേഹത്തിനോട് ചെന്ന് ഇത് ചീത്തയായിപ്പോയി അല്ലെങ്കിൽ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിനോട് നേരിട്ട് ചെന്ന് അത് പറയാനുള്ളൊരു ആർജവം നമ്മളിലുണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടിയും ആ ഒരു പ്രഷർ റിലീസായിട്ട്, അല്ലെങ്കിൽ അവർക്കും അതൊരു സപ്പോർട്ടായിട്ടും കൂടുതൽ പ്രഷർ ഇല്ലാത്ത, അതായത് കുറച്ച് കഴിഞ്ഞ് ഒരു തെറ്റുകളോ അല്ലെങ്കിൽ ഒരു പ്രഷറോ വരുമ്പോൾ അത് കൂളാക്കാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയും കൂടിയും ഈ ഒരു അപ്രിഷിയേഷനും കൂടി സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ ആഡ് ചെയ്യാനുള്ളത്. നമുക്ക് തീർച്ചയായും എല്ലാവരിലേക്കും ഞാൻ ഒരു റൗണ്ട് കൂടി വരാം. നമ്മൾ ഈ ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാവരിലേക്കും വരാം. ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് പറയുകയാണ്. ഈ അദ്ദ പ്ലേസ് ടു ടോക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ക്ലബ്ബ്, ഈ ഒരു ക്ലബ്ബ് ആക്ച്വലി നമ്മൾ ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും, രാഷ്ട്രീയപരമായിക്കോട്ടെ, IT റിലേറ്റഡ് ആയിക്കോട്ടെ, സമകാലിക വിഷയങ്ങളായിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, എല്ലാ സെഷൻസും നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്.
അപ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആയിക്കൊണ്ട് നിങ്ങൾക്കും ഇതിനകത്ത് റൂംസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് മെമ്പേഴ്സ് ആക്കുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും റൂം ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കുക, ഇതിനകത്ത് നമ്മൾ റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ വസ്തുനിഷ്ഠമായിട്ടുള്ള ചർച്ചകൾ നടക്കണം. എല്ലാവരും ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അവസാനം ഈ കേൾക്കുന്നവർക്കെല്ലാം തന്നെ തീർച്ചയായിട്ടും ഒരു ഔട്ട്പുട്ട് ഈ ചർച്ചയുടെ അവസാനം കൊണ്ടുപോകാൻ പറ്റണം. അല്ലാതെ നമ്മൾ വരൂ ഫോളോവേഴ്സിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ പോലെയുള്ള അനാവശ്യമായ ചർച്ചകളല്ല നമ്മളിവിടെ നടത്തുന്നത്. കടമ്പുള്ള അത് കഴിഞ്ഞ് പോകുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ കേട്ടത് എനിക്ക് നന്നായി, എൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു ചർച്ച കൊണ്ട് ഗുണം ചെയ്തു എന്ന തരത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാറ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബിന്നി ചെറിയാനിലേക്ക് ഒന്ന് വരികയാണ്. ഹീസ് എ മെൻറ്റർ ടു. സോ ബിന്നി ചെറിയാൻ, എനിക്ക് താങ്കളുടെ ഒരു പോയിന്റ്സ് കൂടി അറിഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് ജോസഫിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ ടേണാണോ അത്? അല്ല, ഞാൻ ആക്ച്വലി താങ്കളിലേക്കൊന്ന് മെൻറ്റർ ആയതുകൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ജോസഫിലേക്ക് എനിക്ക്. അതെ, എന്റെ ഒരു ബിന്നി എന്നാണ്. ഞാനിപ്പോ US-ലാണ്. സത്യത്തിൽ ഞാനിപ്പോ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ഇപ്പോ വെളുപ്പിന് ഇവിടെ 2 മണിയായി. അപ്പോഴാണ് ഞാൻ പ്രോഗ്രാം കണ്ടത്. യാദൃശ്യമായിട്ടാണ് ഈ ചാനലിൽ വന്നത്. അപ്പം ഞാൻ ഏതാണ്ട് ഒരു 32 years ആയിട്ട് IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതിലൊരു 22 years ആയിട്ട് ഒരു ഓണ്ടർപ്രണർ ആയിട്ടാണ്. അപ്പം ഈ പ്രഷറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു നേരിടേണ്ടി വന്നിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ രാവിലെ മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥന പോലെ ചെയ്യുന്നത്, എൻ്റെ ഒരു വാക്കോ നോട്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് വേദന ഉണ്ടാകരുത് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കും. അപ്പം അത് വർക്ക് ചെയ്തിരുന്ന കാലത്തും അതങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല സത്യത്തില്. പിന്നെ ഒരു എംപ്ലോയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രഷർ വന്നേക്കുന്നത് സത്യത്തില് എംപ്ലോയീസിൽ നിന്നാണ്, അല്ല നമ്മുടെ ക്ലയൻസിൽ നിന്നാണ്, കസ്റ്റമേഴ്സിൽ നിന്ന്. പക്ഷെ അതെല്ലാം നമ്മള് കസ്റ്റമേഴ്സിനെ ഒരിക്കലും നമ്മൾ അങ്ങോട്ട് അവരെ പ്രൊവോക്കേറ്റ് ചെയ്യാത്ത രീതിയിൽ ഞാനത് ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പം അവരെ പോയി നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സോൾവ് ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല സത്യത്തില്. ഇത്ര എനിക്കിപ്പോ പറയാനുള്ളൂ. തീർച്ചയായിട്ടും അത് നല്ലൊരു പോയിന്റാണ് ആ ഒരു പറഞ്ഞ പോയിന്റ്. തീർച്ചയായും നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മളുടെ അത് നമ്മൾ ഇതിന് മുന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഒരു കലണ്ടർ സെറ്റ് ചെയ്യുക, അത് ഇന്നത്തെ ദിവസത്തേക്ക് എന്നുള്ളതല്ല, ഒരു മാസത്തേക്ക് തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ അവസാനം നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പോയിന്റ്സ് എല്ലാം നമ്മൾ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം തന്നെ കൂട്ടി പറയുന്നുണ്ടാവും. ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്യാണ്. സോ ജോസഫ് സർ, അങ്ങയിലേക്ക്. ജോസഫ് ചാക്കോ. ഓക്കെ, താങ്ക് യു ഹരിറാം. കേൾക്കാം, പറഞ്ഞോളൂ. സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ. ഇല്ല, ഞാൻ IT പ്രൊഫഷണലല്ല. ഞാൻ ഒരു ബാങ്കറായിരുന്നു, റിട്ടയർഡ് ബാങ്കറാണ്. ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ട്രെയിനറാണ്. ഈ സമ്മർദ്ദം എന്ന് പറയാം, അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയാം, ഞെരുക്കം എന്ന് പറയാം. ഇതുകൊണ്ടുണ്ടാകുന്ന നമ്മൾ അജിറ്റേറ്റഡ് ആകും, നമ്മൾ ആങ്ഷ്യസ് ആകും. ഇതുകൊണ്ട് നമുക്ക് സ്ട്രെസ്ഫുൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രഷർ കൂടും, BP പ്രോബ്ലം വരും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യും, ഉറക്കം കുറയും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് മാറുമ്പോൾ, പ്രഷർ സ്ട്രെസ് ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് പ്രധാനമായും 4 സ്ട്രെസ് ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് അഡ്രീനാലിനും, കോർട്ടിസോളും, നോറെപ്പിനെഫ്രിനും, അങ്ങനെ കുറെ എൻസൈം സെക്രീറ്റ് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാരിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രഷർ വരുമ്പോൾ ഇത് സപ്രസ് ചെയ്യുന്നത്. സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം നമ്മൾ റിലീസ് ചെയ്ത് കളയുന്നില്ല. അതിനെ പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പാട്ട് കേൾക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അത് ഇംഗ്ലീഷ് ആയാലും വെസ്റ്റേൺ ആയാലും ഇൻസ്ട്രുമെന്റൽ ആയാലും ഓറിയന്റൽ ആയാലും ഏത് പാട്ടാണെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഈ പ്രഷർ കുറയും. പിന്നീട് നമ്മൾക്ക് ഈ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേകിച്ച് നമുക്ക് മനക്ലേശം, ശാരീരികമായി മാനസികമായി നമുക്ക് പ്രശ്നമുണ്ടാകും. അപ്പൊ നമ്മൾ വളരെ ദേഷ്യം ഉണ്ടാവാനും ഫ്രസ്ട്രേറ്റഡ് ആവാനും നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും ഒക്കെ ഇത് റിഫ്ലക്ട് ചെയ്യുന്ന കാണാറുണ്ട് യങ് ആയിട്ടുള്ള ആളുകൾക്ക്. അതുകൊണ്ട് നമ്മുടെ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ജീവിക്കുകയല്ല, ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യണമെന്ന്. പിന്നെ ഇവിടെ ഇപ്പൊ സ്വന്തമായി അപ്രീസിയേഷന്റെ കാര്യം ഹരിറാം പറഞ്ഞല്ലോ. അതായത് ലോകത്തിലെല്ലാം ദ ഡീപ്പസ്റ്റ് ഏർജ് ഇൻ ഹ്യൂമൻ നേച്ചർ ഈസ് ദ ഡിസയർ ടു ബി ഇമ്പോർട്ടന്റ് ആൻഡ് ക്രേവിംഗ് ടു ബി അപ്രീഷിയേറ്റഡ്. നമ്മുടെ ബോസോ സബോർഡിനേറ്റോ PSO ആരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്ത് തിരിച്ചു കിട്ടും. ഈ അപ്രീസിയേഷൻ ഇല്ലാത്ത വലിയൊരു പ്രശ്നം. ഇത് എല്ലാ മനുഷ്യനും ആഗ്രഹമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസും കൂടെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ദിനചര്യകൾ ഇപ്പോൾ മറ്റേ
US നിന്നുള്ള ആ സുഹൃത്ത് പറഞ്ഞതിൻ്റെ കൂടെ നമ്മൾ ദിനചര്യകളൊന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ട് മൈൻഡ് പീസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് വി ക്യാൻ ഗിവ് അവേഴ്സെൽസ്. സ്വന്തമായിട്ട് നമ്മൾക്കൊരു സമാധാനമുള്ള മനസ്സ് നൽകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. അവസരം നൽകിയതിന് ഹരിക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോസഫ് ജി. ഞാൻ എന്തായാലും ഈ പറഞ്ഞ എല്ലാവരിലേക്കും ഒന്നുകൂടി ഓടി സമയമുള്ള പോലെ നമുക്ക് ഓടിയെത്താം. അബി ചെറിയൻ്റെ ഒരു കമൻറ്റ് കൂടി പറയാമോ? കേൾക്കാം, കുറച്ച് ഫീബിളാണ് വോയിസ്. ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഹെഡ്സെറ്റ് അവോയ്ഡ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ക്ലിയർ ആണ്, പെർഫെക്റ്റ്. ഓക്കെ, കൂൾ. എൻ്റെ പേര് എബി എന്നാണ്. ഞാനിപ്പം സിംഗപ്പൂർ ബേസ്ഡ് ഔട്ട് ആണ്. സിംഗപ്പൂർ, മലേഷ്യ ഈ 2 കൺട്രീസിലും ഓൾമോസ്റ്റ് ഒരു 10 years പ്ലസ് ആയിട്ട് ഞാനുണ്ട്. ഞാൻ നാട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലങ്ങൾ. അന്നേരം എൻ്റെ ഇൻഡസ്ട്രി ടിപ്പിക്കലി IT ഇൻഡസ്ട്രി തന്നെയാണ്. അതിൻ്റെ ഓപ്പറേഷൻസിലും മാനേജ്മെന്റിലുമാണ് കൂടുതലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അന്നേരം എൻ്റെ ബേസിക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡെഫിനറ്റ്ലി വളരെ എക്സ്പീരിയൻസ്ഡും നോളജബിളും ആയിട്ടൊരു പാനൽ നമുക്കുണ്ട്. അവർ സംസാരിക്കുന്നെല്ലാം ഞാൻ ഇങ്ങനെ ലിസൺ ചെയ്തിരിക്കുമായിരുന്നു. പോയിന്റ്സ് എല്ലാം സ്പോട്ട് ഓൺ ആണ് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതിനകത്ത് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിന് നമ്മൾ സെറ്റ് ചെയ്യുന്ന എക്സ്പെക്ടേഷൻസ് ഒരു വെരി ക്ലിയർ ഫാക്ടറാണ്. നമ്മൾ എക്സ്പെക്ടേഷൻസ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സബോർഡിനേറ്റ്സ്, അതുപോലെ നമ്മുടെ മാനേജേഴ്സ്, ഈവൻ ദ ഓർഗനൈസേഷൻ വൈസ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനും നമ്മളുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റുമായിട്ടുള്ള എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യും. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതാണ്. അതായത് നമ്മളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ ഇഫ് ദാറ്റ് ഇസ് നോട്ട് ഡ്യൂവബിൾ, അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു നോ പറയാനുള്ള ഒരു ഗട്ട്സ് നമ്മൾ കാണിച്ചിരിക്കണം. അത് വിത്തിൻ ദ പെർമിറ്റഡ് ലിമിറ്റ്സ്, അതായത് തരുന്നതെല്ലാം നോ പറയാന്നുള്ളതല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റിക്ക് അകത്ത് നിന്നിട്ട് തന്നെ അതിന് എക്സസ് ആയിട്ട് വരുന്നതിനെ നോ, അതിനെ ഇപ്പം ഇന്ന് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഞാൻ ചെയ്യാം, പക്ഷെ നാളെ കൊണ്ട് ചെയ്യും. അതൊരു അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് നമ്മുടെ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ സ്ട്രെസ്സിന്റെ കാരണം ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒരു കമ്പനിയുടെ വർക്ക് കൾച്ചർ ഉണ്ട്, നമ്മുടെ ടീമിന്റെ വർക്ക് കൾച്ചർ ഉണ്ട്, അതിലുപരി നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയുണ്ട്. ഇതൊക്കെ ഓരോ ഫാക്ടേഴ്സ് ആണ് ഈ സ്ട്രെസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഡെസ്കിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ ഓർഗനൈസ്ഡ് ആണെങ്കിൽ അത് ഇന്ന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏർലി മോർണിംഗ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടൊരു ഒരു ഔട്ട്ലൈൻ നമ്മൾ സെറ്റ് ചെയ്താൽ ടു സർട്ടൻ എക്സ്റ്റെന്റ് അതിനകത്ത് തന്നെ, കാരണം നമ്മൾ ലോങ് ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും നല്ലൊരു ശതമാനം ആൾക്കാർ. നമ്മൾക്ക് അറിയാൻ പറ്റും ഇന്നത്തെ എൻ്റെ ടാസ്കുകൾ എന്തൊക്കെയാണ്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്താൽ ഐദർ ആ ഒരു ടാസ്കിനെ റിലേറ്റ് ചെയ്തോ അതിനപ്പുറമോ ഇപ്പുറമോ എന്നുള്ള ഒരു ചെറിയൊരു ബൗണ്ടറിക്കകത്ത് തന്നെ നമുക്കൊന്ന് ചെയ്യാൻ കാണുള്ളൂ എന്ത് ചെയ്താൽ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഓർഗനൈസ് ആയിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ ഡേ ടു ഡേ ബേസിസിൽ അങ്ങനെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാം എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ബാക്ക് ടു ദ പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞത്, എനിക്ക് തോന്നുന്നു പേഴ്സണലി എക്സ്പെക്ടേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഹാവിംഗ് ദ സ്ട്രെസ്. അത് നമ്മൾ ഒരു പരിധി വരെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്താൽ എല്ലാ ലെവലിലും, അത് ഒരാളിൽ മാത്രമല്ല, അത് ഒരു ഓർഗനൈസേഷന്റെ ഫ്രം ടോപ്പ് ടു ബോട്ടം, അതുപോലെ ഫ്രം ക്ലയന്റ് പോയിന്റ് ഓഫ് വ്യൂ, അത് നമ്മൾ സെറ്റ് ചെയ്താൽ ഐ തിങ്ക് ഇറ്റ് കുഡ് ബി കൺട്രോൾ ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. ഗുഡ് വേർഡ്. താങ്ക്സ് അബി. നല്ലൊരു പോയിന്റ്സ് ആയിരുന്നു അബി ആഡ് ചെയ്തത്. നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ആഡ് ചെയ്യാം. സോ ഞാനൊന്ന് അജിത്തിലേക്ക് പോവുകയാണ്. അജിത്ത്, ഞാൻ ഓർഡർ വൈസ് ആണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഓഡിയൻസിൽ നിന്ന് നിങ്ങൾക്ക് സ്പീക്കർ പാനലിലേക്ക് വരാം, എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാം. അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായി വരാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഷോർട്ടായിട്ട് നമുക്ക് കാര്യങ്ങൾ തീർക്കാം. വളരെ സന്തോഷം. അജിത്ത്, താങ്കളിലേക്ക്. താങ്ക് യു ഹരിറാം. എൻ്റെ പേര് അജിത്ത് എന്നാണ്. എനിക്ക് IT-യിലെ ഇതിനകത്ത് ഈ തൊട്ട് മുൻപ് പറഞ്ഞിരിക്കുന്നതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് കറക്റ്റ് ആണെങ്കിൽ ഒരു പരിധി വരെ പ്രൊജക്റ്റിൽ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞതുമായിട്ട് യോജിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഗ്രേറ്റ്. താങ്ക്സ് അജിത്ത്. ഷിൽജിത്ത്. നമസ്കാരം, കേൾക്കാവോ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഞാനും ഒരു IT പ്രൊഫഷണലാണ്. ഏകദേശം ഒരു 10-12 വർഷമായിട്ട് IT-യിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ട പ്രഷർ പൊതുവേ ഈ ഫ്രഷേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ടൈം ഇരിക്കുന്ന, അതായത് ഡ്യൂട്ടി ഹവേഴ്സിനേക്കാൾ കൂടുതൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. കാരണം അവർക്ക് എന്താണെന്നറിയില്ല, പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ തുടക്കത്തിൽ എന്തായാലും ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഒരുവിധം നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രഷറിൻ്റെ അങ്ങ് എക്സ്ട്രീം വരെ പോയൊരു മനുഷ്യനാണ്. അതായത് ചില വെരി ക്രിട്ടിക്കൽ കേസിൽ ഞാൻ എൻ്റെ BP ലോ ആയിട്ട് എൻ്റെ ബോധം തന്നെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം.
അപ്പൊ അങ്ങനെ എക്സ്ട്രീം പ്രഷറിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ എബി പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നോ പറയാനാണ്. അതായത് ഈ ഒരു ദിവസം നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എനിക്കിത് ഇന്ന ടാസ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഏത് പ്രൊജക്ട് മാനേജർ ആയിക്കോട്ടെ വേറെ ആരായിക്കോട്ടെ വിളിച്ച് പറഞ്ഞാൽ നമ്മളുടെ ടാസ്കിൽ അത് ഫിറ്റിന് ആവുന്നില്ല, ഇന്നത്തെ 8 മണിക്കൂറിൽ 9 മണിക്കൂറിൽ ഫിറ്റിന് ആവുന്നില്ലെങ്കിൽ നല്ല നൈസ് ആയിട്ട് നോ പറയാൻ പഠിക്കണം. അതായത് പറയാ ഓക്കെ ഞാൻ നാളെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ നാളെ എനിക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ അത്രയും പ്രയോറിറ്റി ആണെങ്കിൽ അത് ഇന്നത്തെ ടാസ്കിൽ ഇട്ടിട്ട് ഇന്ന് ഒരു ടാസ്ക് എടുത്ത് നാളത്തേക്ക് ഇടാം. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം സ്ട്രെസ് കുറയ്ക്കാൻ ഞാൻ ഏകദേശം എൻ്റെ ലൈഫിൽ എന്താ പറയാ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മാനേജേഴ്സ് പറയുമ്പോൾ കൂടുതൽ എംപ്ലോയീസിന്റെ പ്രശ്നം നമ്മൾ എങ്ങനെ ഇല്ല എന്ന് പറയും. അവൻ എന്താ പറയാ കോളിൽ ഓക്കെ സാർ ഞാൻ ചെയ്യാം, ഞാൻ 5 മണിക്ക് വേണം 5 മണിക്ക് തരാന്ന് പറയും. കോള് കട്ട് ചെയ്തതിനു ശേഷം സ്വയം അങ്ങോട്ട് ഭ്രാന്തമാണ്. അതായത് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് മാനേജർ 2 തെരുവ് വിളിക്കുന്നു, നമ്മൾ ബി പി ഷൂട്ട് ഔട്ട് ആവുന്നു, സ്ട്രെസ് കൂട്ടുന്നു. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ട് ഒരു നോ പറയാൻ കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള പ്രഷറൊക്കെ ഈ പറഞ്ഞ പോലെ താന്നു വെക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ആരോ പറഞ്ഞ പോലെ ഈ ഫ്രീ ടൈമിൽ മ്യൂസിക് കേൾക്കുക അല്ലെ ട്രാവൽ ചെയ്യുക, അതൊക്കെ നോർമലി സ്ട്രെസ് നല്ല രീതിയിൽ റിലീസ് ചെയ്യുന്ന നമ്മൾ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ ബാക്കിയുള്ളവർ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഷിജിൽ. ജിബി ചേട്ടാ, താങ്കളിലേക്ക്. ജിബി ഗോപാലൻ. നമസ്കാരം ഹരി, എല്ലാവർക്കും നമസ്കാരം. ഒരു 25 വർഷമായിട്ട് ഇന്ന് മേളിലായിട്ട് IT ഫീൽഡിലുണ്ട്. ഇപ്പൊ തുടക്കകാലത്തൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. രാത്രിയും പകലും എല്ലാം ഒരുപോലെ ഇരുന്ന് ഉറക്കം പോലും ഇല്ലാതിരുന്ന് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ കൂടുതൽ വർക്കുകൾ നമ്മളിലേക്ക് അലോക്കേറ്റ് ചെയ്യുകയും നമ്മൾ അതിന്റെ ഇരട്ടി സമയം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. അതിനുശേഷം ആണ് പിന്നീട് അധികം നാൾ ഞാൻ നാട്ടിൽ ജോലി ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലായത്. സായിപ്പിനെ സംബന്ധിച്ച് സായിപ്പ് കറക്റ്റ് 5 മണിയാകുമ്പോൾ അല്ലെ 4 മണിയാകുമ്പോൾ അവന്റെ പെട്ടി പൂട്ടി. പിന്നെ ദേ നെവർ ടേക്ക് വർക്ക് ടു ഹോം. അതാണ് അതിന്റെ ഏറ്റവും ആദ്യം തന്നെ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഓഫീസിന്റെ പടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ മാത്രമേ വർക്കിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അത് ബാക്കി സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മളുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആകുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് മ്യൂസിക്കും സിനിമയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെനിക്ക് ഒരുപാട് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. IT-കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ളവരും അതുപോലെ പുറത്തുള്ളവരെയൊക്കെ കൂടെ ജോലി ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്, IT-കാരെ സംബന്ധിച്ച് IT അല്ലാതെ വേറൊരു കാര്യം അവരുടെ മൈൻഡിലില്ല. ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊക്കെ വളരെ വളരെ കുറവാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ യങ് ജനറേഷൻ അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്, അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണാനുമുണ്ട്. അവരൊക്കെ IT അല്ലാതെ വേറെ ഒരു ചിന്തയില്ല, പാട്ട് കേൾക്കില്ല അല്ലെങ്കിൽ സിനിമകൾ അധികം കാണില്ല, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സിന് അതിനനുസരിച്ച് കുറവും വന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമേ ഉള്ളൂ. വർക്ക് 5 മണിയാകുമ്പോൾ എന്ന് വെച്ചാൽ 5 മണിയാകുമ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ നമുക്ക് അലോക്കേറ്റ് തരുമ്പോൾ അന്ന് തീരാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ ചെയ്യാവൂ. 5 മണിയാകുമ്പോൾ ഫിനിഷ് ചെയ്യുന്ന 5 മണിക്ക് ഫിനിഷ് ചെയ്ത് പോവുക. ഓഫീസിന്റെ പടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക. ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെ 9 മണിയാകുമ്പോൾ ഓഫീസിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. മാത്രമേ എനിക്ക് കാര്യം പറയാനുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഞാൻ എൻ്റെ പ്രൊഫഷൻ തന്നെ IT ആണെന്ന് ഒരു 99% ആളുകൾക്കും അറിയില്ല. ശരിയല്ലേ ഹരി? അപ്പം അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് ഇല്ലാതിരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ജിബി ചേട്ടാ. ഞാൻ ഉണ്ണീഷനിലേക്ക് ഒന്ന് വരികയാണ്. ഉണ്ണീഷൻ ഭായ്. ഹായ്. അത് ഞാൻ ഈ ഒരു IT-ൽ വന്നിട്ട് ഏകദേശം 14 വർഷമായി. അത് എല്ലാ ഒരു ഡെവലപ്മെന്റ് സൈഡിലും അത് അഡ്മിനിസ്ട്രേഷൻ സൈഡിലും ഓപ്പറേഷൻ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് അതായത് 16 മണിക്കൂർ വരെ വർക്ക് ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒരു 16 മണിക്കൂർ ഒരു ദിവസം ഇരിക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മോളിൽ നിന്നൊരു പ്രഷർ വന്നിട്ടായിരുന്നില്ല. മറിച്ച് എനിക്ക് കിട്ടിയൊരു വർക്ക് എത്രയും പെട്ടെന്ന് തീർക്കുക, അതിന്റെ ഒരു പാഷനോട് കൂടിയായിട്ടാണ് നമ്മൾ അത്രയും സമയം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എസ്പെഷ്യലി ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പ്രഷർ എന്താണെന്ന് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ചെറിയൊരു ടിക്കറ്റ് 5 മിനിറ്റ് കൊണ്ട് അക്നോളജ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങള് പിന്നെ എസ്കലേറ്റ് ആകും. അങ്ങനത്തെ കുറെ സിറ്റുവേഷനിൽ നല്ലൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, അതായത് മെയിനായിട്ട് ഒരിക്കലും വീക്കെൻഡ് വർക്ക് ചെയ്യാതിരിക്കുക. അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. വീക്കെൻഡ് നിങ്ങൾ
നിങ്ങൾക്ക് റിലാക്സേഷന് വേണ്ടി കഴിക്കുക, എവിടെയും ട്രാവൽ പോവുക, മെഡിറ്റേഷൻ ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതിനുവേണ്ടി ഉപയോഗിക്കുക. മറിച്ച് ഒരിക്കൽ ഞാൻ കണ്ടിട്ട് നമ്മുടെ കൊളീഗ്സ് ഒക്കെ സാറ്റർഡേ സൺഡേ അടക്കം ഓഫീസിൽ പോയി വർക്ക് ചെയ്തിട്ട് അവസാനം 25 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുണ്ടെങ്കിലും എത്ര പ്രഷർ ഉണ്ടെങ്കിലും ഈവൻ ചിലപ്പോ വീക്കെൻഡിൽ റിലീസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കൽ സംഭവങ്ങളിൽ മാത്രം ചിലപ്പോൾ വേണമെങ്കിൽ പോയിട്ട് വരാന്നുള്ളത് നിങ്ങളായിട്ട് ഒരു നിങ്ങളുടെ 2 ദിവസം സാറ്റർഡേ സൺഡേ വെറുതെ ഇതിന് കളയരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് നമ്മള് കൂടുതൽ പ്രഷറായിട്ട് നമ്മുടെ ചിലർ പറയുന്നത്, അതായത് പ്രഷർ ഷൂട്ടപ്പ് ചെയ്തിട്ട് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മുടെ ജോബ് IT ജോബ് എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് ജോബ് എന്നുള്ള സംഭവമല്ല, ഇതല്ലെങ്കിൽ വേറെ കിട്ടും. ഇപ്പൊ നമ്മുടെ പ്രൊജക്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിനപ്പുറം സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പം ഓക്കെ, ഇപ്പം എന്താ മാക്സിമം എന്താ സംഭവിക്കാം, നമ്മുടെ ഈ പ്രൊജക്ട് ഒന്ന് മാറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വേറൊരു കമ്പനിയിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഹെൽത്തിനെ സാക്രിഫൈസ് ചെയ്തിട്ട് അത്രയും ഒരു ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുന്നുള്ളത് പോലെ. ഓക്കെ, ഇനി അടുത്ത ആളിലേക്ക് പോകാം, പിന്നെ അടുത്ത സെഷനിൽ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ് പറയൂ. ഞാന് IT ഫീൽഡിൽ ഒരു 15 years ആയി പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതിലെല്ലാം പല കാര്യങ്ങളും അത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ഒരു 10 years ആയിട്ട് ഫാമിങ് ചെയ്യുന്ന ആളാണ്, ഗ്രൂപ്പ് ഫാമിങ്. ഇപ്പൊ ഞാൻ ഇൻഫോ പാർക്കിലായിരുന്നപ്പോ USP-യിലായിരുന്നു. അവിടെ ഞങ്ങള് ഇൻഫോ പാർക്കിനുള്ളില് ഫാമിങ് ചെയ്തിട്ട് ഏകദേശം ഒരു 8,000 rupees-ന് അതിന്റെ ഉള്ളില് പച്ചക്കറി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു 4-5 years മുന്നിട്ട. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫാമിങ് തന്നെ ആവണമെന്നില്ല, മണ്ണിൽ നമ്മൾ ചവിട്ടി നിൽക്കണം എപ്പോഴും. അത് മണ്ണിൽ ചവിട്ടാനുള്ള ഒരു ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും. അത് മാത്രമല്ല, ഗ്രൂപ്പായിട്ടുള്ള ഫാമിങ് അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പായിട്ട് സൈക്ലിംഗ് പോവാ, ഗ്രൂപ്പായിട്ട് ഇപ്പോ ക്ലബ്സിൽ ജോയിൻ ചെയ്തിട്ട് ദാറ്റ് ഷുഡ് ഹെൽപ്പ് അവർ ഹെൽത്ത് ഓൾസോ. അങ്ങനെയുള്ള ഗ്രൂപ്പ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക. പിന്നെ നേരത്തെ ഉണ്ണികൃഷ്ണനൊക്കെ പറഞ്ഞ പോലെ അല്ല, GB പറഞ്ഞു, ഇത് മാത്രമൊന്നുമല്ല ജോലി. ഇതിലുള്ള ആളുകൾ പുറത്തിറങ്ങാത്ത കാരണം സോഷ്യൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റും ഇന്ററാക്ഷനും കുറയുന്ന കാരണം വിചാരിക്കുന്ന ഇതേ ഒരു ജോലി പോയി കഴിഞ്ഞാൽ ലൈഫ് പോയി. ലൈഫില് എന്തൊക്കെ നമുക്ക് ജീവിക്കാനായിട്ട് എത്ര പണികളുണ്ട് വേറെ. നമ്മുടെ ആരോഗ്യമില്ലെങ്കിൽ ആ പണികൾ ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മുടെ ഹെൽത്തും മെന്റൽ ഹെൽത്തും വലിയ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോ സോഷ്യൽ ആക്ടിവിറ്റീസിലും ഇൻവോൾവ്. ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. എനിക്ക് ഈ ഒരു ഹെഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാരണമാണ് ഞാൻ ഇതിൽ കയറിയത്. കാരണം ഈ ജോലി നമുക്കുള്ള ജോലി ചെയ്യാം. പിന്നെ പലരും പാഷനായിട്ട് ഇതിൽ വരുന്നവരുണ്ട്, അവർക്കൊക്കെ അവർ എക്സ്ട്രാ ടൈം ഇരിക്കുന്നു, അവര് ഗോൾസ് ഉണ്ട്, അവർക്ക് ഇപ്പൊ വിസ പ്രോസസ് ചെയ്യണമെന്നുണ്ടായിരിക്കും. വിസ പ്രോസസ് ചെയ്താൽ തന്നെ അവിടെ ചെന്നിട്ട് ഗ്രീൻ കാർഡ് അങ്ങനെ പ്ലാനും. പിന്നെ കുറെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി ചിലര് കാറ് വാങ്ങുന്നു, അത് കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സ് വാങ്ങുന്നു, അങ്ങനെ അതിനു വേണ്ടിയിട്ട് അതിന്റെ EMI അങ്ങനെ ലൈഫ് പോകുന്നവരുണ്ട്. അവർക്ക് അവരുടെ ചോയ്സും കൂടിയാണ്. They can rethink what they need to do. ലൈഫും കൂടി ഉണ്ടല്ലോ, നമ്മൾക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കുക. നേരത്തെ GB പറഞ്ഞ പോലെ തന്നെ ഞാനൊരു IT പ്രൊഫഷണൽ ആണെന്ന് പലർക്കും എന്റെ നാട്ടിലൊന്നും അങ്ങനെ ഒന്നും അറിയുന്നില്ല. നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു കയ്യിലേക്ക് നമ്മൾ ഈ ചായക്കടയിൽ പോയി ഇരിക്കുന്നു അങ്ങനെ രീതിയിൽ. കാരണം ഈ ജോലിയൊന്നും നമ്മൾ അങ്ങനെ ഒരു ലൈഫ് ലോങ് കൊണ്ടുപോകാനോ ഒന്നുമല്ല. നമ്മൾക്ക് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസ് ആയിട്ടുള്ള കാര്യം. പിന്നെ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ ഈ കൊച്ചിയിലുള്ള ഒരു പ്രശ്നം അതാണ്, നമ്മൾക്ക് പ്രഷർ റിലീസ് ചെയ്യാനായിട്ട് വേറെ വഴികൾ കാണുന്നില്ല. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഞാൻ 2 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ആകുമ്പോൾ നമുക്ക് വീക്കെൻഡ് ഔട്ടിങ് പോവാം, പബ്, കുറച്ചുകൂടി ഫ്രീ ലൈഫാണ്, നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാര്യമില്ല, ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു 1.5 year 2 years അല്ല അതിന് മുൻപ്. അപ്പൊ നമ്മളുടെ സ്പേസ് സോഷ്യലി എവിടെയെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. താങ്ക് യു ശ്രീനാഥ്. സുരാജ് അടുത്തുള്ളൂ. പക്ഷെ ഞാനല്ല ഈ സംസാരിച്ചത്, ഞാൻ കേൾക്കാണ്. ഓക്കെ സോറി ഞാൻ
താഴത്ത് ഉള്ള ഒരു ഓഡിയൻസിനെ നോക്കിയത്. അല്ല, ഞാൻ ഒരു പോയിന്റും കൂടി ഇന്നത്തെ ഇപ്പൊ ആൾക്കാർ അടുത്തവണ വർത്താനം പറയുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ എന്ന് ഷുവർ അർത്ഥം. ഷുവർ ഷുവർ. അപ്പൊ ഞാൻ ഒരു പോയിന്റ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ഇപ്പൊ ഈ മാനേജബിൾ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ഡീൽ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയുള്ളതെന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ പ്രഷർ ഹാൻഡിലിംഗ് പവർ. ഓക്കെ, കാരണം അത് പല റിപ്പോർട്ടുകളിലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണെങ്കിൽ, അതായത് ചിലര് നമ്മുടെ ഈ എഴുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറഞ്ഞ പോലെ സംസാരിക്കുന്നവരുണ്ട്. അവരിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുക. കാരണം നമുക്ക് മോട്ടിവേഷൻ തരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് എനർജി ഫീൽ ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പാണ് നമുക്ക് പ്രഷർ ഒരു പരിധി വരെ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് സഹായമാകും, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഞാൻ ആ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ അടുത്ത ആൾക്കാർ പറയുമ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് പറയാം. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കൂടെ ചേർത്ത് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു ഷമാജി. ഞാൻ അടുത്ത വിസിയിലേക്ക് ഒന്ന് പോവാണ്. സോ വിസി എബ്രഹാം. ഗുഡ് മോർണിംഗ് ഓളപ്പ്. അപ്പം എനിക്ക് വിഷയത്തെ കുറിച്ച് പറയാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഗുഡ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാകും. നല്ല സ്ട്രെസ് ആണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പലപ്പോഴും ഈ IT ഫീൽഡിൽ നിന്നുള്ളതല്ല, പൊതുവെ എല്ലാവരും ഈ ഇന്നുകളിൽ ജീവിക്കാൻ പറ്റാത്ത കുറെ അധികം ആൾക്കാരാണ് ഈ സ്ട്രെസ്സിലേക്ക് പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. കാരണം അവരായിരിക്കുന്ന മൊമെന്റും അവരായിരിക്കുന്ന നിമിഷവും അവരായിരിക്കുന്ന മൈക്രോ സെക്കൻഡും അവർ എൻജോയ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നാളത്തെ കാര്യവും ഇന്നത്തെ പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ കുറെ നാളത്തെ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പലരോട് സംസാരിക്കുകയും പലരുടെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തപ്പോഴും മനസ്സിലായത്, എപ്പോഴും നമ്മളിപ്പോ ആസിറ്റീസ് ഏത് കണ്ടീഷനിലാണോ ആ കണ്ടീഷൻ നമ്മൾ എൻജോയ് ചെയ്താൽ മാത്രമേ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു കാര്യം ഒഴിവാക്കാൻ പറ്റൂ. പിന്നെ പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് നമ്മുടെ ആയുസിനെ കൂട്ടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഇന്നോവേഷൻസ് അതിൻ്റെ അത് വന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, ഈ സ്ട്രെസ് മാറ്റാനായിട്ട് കുറെ അധികം ഉപാധികൾ പറഞ്ഞു. ഇപ്പോ ഈ കുറെ അധികം ഉപാധികൾ, ഈ പറഞ്ഞ ഉപാധികളെല്ലാം നല്ലതാണ്. അതിനോടൊപ്പം ഇവിടെ ആരോ ഒരാൾ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ് എനിക്ക് വരാനുള്ളത്. ഈ എവിടെയും ഈ ചിലരെ ചിലയിടത്തൊക്കെ നമ്മളെ കൊണ്ടാകുന്ന പോലെ കൗൺസിലിംഗ് കൊടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ അവരോട് പറയും, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോകണം കേട്ടോ എന്ന് പറയാറുണ്ട്. നിങ്ങൾ അതുമായിട്ട് ഇവിടുന്ന് പോകരുത് എന്ന് പറഞ്ഞ പോലെ, ജോലിയായിട്ടും ബിസിനസ്സിനെ ബിസിനസ്സായിട്ടും അതുപോലെ തന്നെ ലൈഫിനെ ലൈഫായിട്ടും കാണണം. IT മേഖലയിലുള്ള പലരുടെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള, കുറെ കാലം കഴിയുമ്പോൾ, നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല, കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ തലച്ചോറും ഇവരുടെ ഒരു രീതികളും ഭക്ഷണ രീതിയും എല്ലാം തന്നെ വേറൊരു തലത്തിലെത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ പിന്നെ അവരെ കൊണ്ടൊരു കുറെ ക്യാഷ് ഉണ്ടായി എന്നുള്ളതിനപ്പുറം അവർക്കൊരു ജീവിതം എന്ന് പറയുന്ന കാര്യത്തിൽ പലപ്പോഴും ഇവര് എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ മേഖലയുള്ളവരോട് പറയാറുള്ളത്, നിങ്ങൾ നമ്മുടെ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നതിനോടൊപ്പം തന്നെ ഈ അടുത്ത ദിവസത്തെ പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ദിവസം ഈ നിമിഷം ക്ലബ് ഹൗസിൽ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ എന്താണെന്ന് ചിന്തിക്കുക. പെട്ടെന്ന് പറയുന്ന ഒരു ഉദാഹരണം, ക്ലബ് ഹൗസിൽ നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ എന്താണ് ചിന്തിക്കുക. അപ്പൊ ഈ ക്ലബ് ഹൗസിൽ ഇരുന്ന ഒരു കാര്യം കേട്ട് തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ക്ലബ് ഹൗസിൽ എന്താണെന്ന് നോക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോ അവിടെ പോയി നോക്കുക. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ നമ്മുടെ വിഷയത്തിന് ഒരുപക്ഷെ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കും ഇവിടെ ഒരാൾ സംസാരിക്കുന്നത്. ഇതാണ് ഇതിന് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് റിലവൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് തോന്നി അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ് നമുക്ക് സ്ട്രെസ് മാറ്റാനുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം, കുറച്ച് സ്പിരിച്വലി പറഞ്ഞാൽ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, നമ്മള് ഇതിനപ്പുറം എന്താണെന്നുള്ളൊരു ചിന്ത. ഈ 2 കാര്യങ്ങളും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കുന്നു. പലപ്പോഴും പൈസ IT ഫീൽഡിലുള്ള ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഒരു സമയത്ത്, ഇപ്പൊ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പലരും സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുന്നു. അവർക്ക് കിട്ടിയ എക്സ്പെക്ടേഷൻ അപ്പുറത്തുള്ള കിട്ടിയ ഒരു ഇൻകം, ആ ഇൻകം ഒരുപക്ഷെ അവർക്ക് നല്ലതായി തീർന്നിട്ടുണ്ടോ ഇല്ലയോ, അവരുടെ ഫുഡ് ഹാബിറ്റിലും അതോടെ അവരുടെ ലിവിങ് ഹാബിറ്റിലും ഒക്കെ നല്ലതായി തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് പരിശോധിച്ചാൽ ഈ പറഞ്ഞ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും. അടുത്ത റൗണ്ടിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ഓൺ ചെയ്തോളാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാനൊന്ന് സ്പീഡപ്പ് ആക്കാൻ പറയണം എല്ലാവരോടും. നമുക്കൊന്ന് ശ്രീകുമാറിലേക്ക് വരാം. ശ്രീകുമാർജി. ഗുഡ് മോർണിംഗ് ഹരി, കുറച്ച് ലേറ്റ് ആയെന്ന്, സോറി. നോ വറീസ്. നല്ലൊരു ടോപ്പിക്കാണ് ഹരി. പ്രഷർ, സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ, ടാർഗറ്റ് എപ്പോഴും നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന വാക്കുകളാണല്ലോ. എങ്കിലും ഇപ്പൊ വിസി പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നു, ഈ
പ്രഷറും ജലസ് എല്ലാം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു എനർജിയാണ്. നമ്മൾ പലപ്പോഴും അതിനെ നെഗറ്റീവായിട്ട് എടുക്കുമ്പോഴാണെന്ന് തോന്നുന്നു നമുക്ക് അതൊരു ഭയങ്കര ഡിസ്ട്രസോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റീവോ ആകുന്നത്. പ്രഷറിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും അതിന്റെ ഒരു റിയാലിറ്റിയിലേക്ക് എത്തില്ല. നമ്മൾ ആ പ്രഷർ എടുക്കുന്നത് നമ്മളുടെ ക്വാളിറ്റിയെ കുറയ്ക്കുമെന്നുള്ള ഒരു റിയാലിറ്റി തന്നെ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പ്രഷർ എടുക്കണ്ട, അതിനാവശ്യമായ കഴിഞ്ഞ ദിവസം ഹരിയുടെ മറ്റേ സ്ക്രമ്മിലും അജയിലെല്ലാം പറഞ്ഞതുപോലെ വ്യക്തമായിട്ടുള്ള സ്റ്റോറി പോയിന്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങി സ്പ്ലിറ്റ് ചെയ്താൽ ഈ പ്രഷർ വിത്തൗട്ട് പ്രഷർ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളുടെ എക്സ്പെക്ടേഷനും അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ പ്ലാനിങ്ങും റിയാലിറ്റി പ്ലാനിങ്ങും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് ലൈഫിൽ എപ്പോഴും നമുക്ക് പ്രഷർ ഉണ്ടാക്കുന്നത് നമുക്ക് തോന്നുന്നത്. ബട്ട് ഒരു IT സെനാരിയോയിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ എൻ്റെ ഒരു എന്റർപ്രണർ ലെവലിൽ എനിക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പതുക്കെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടോ ആയിരിക്കും. IT സെനാരിയോയിലൊക്കെ എത്തുമ്പോൾ എൻ്റെ ഇഷ്ടം വളരെയധികം ഫ്രണ്ട്സ് അവരുടെ ഒരു ഗ്രോത്ത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏർലി സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു അപ്സ്കില്ലിങ്ങിന്റെ ഒരു പോരായ്മയോ അല്ലെങ്കിൽ നമുക്കൊരു നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ള ഒരു ബോധമോ ആണ് നമ്മളെപ്പോഴും പ്രഷറിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഈ 3 കാര്യങ്ങളും, ഒന്ന് നമ്മള് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നമുക്ക് എപ്പോഴും മൂല്യമുണ്ട്, നമുക്ക് എപ്പോഴും നമ്മൾ അതിൽ ക്വാളിഫൈഡ് ആണ് എന്നുള്ള ഒരു പെർഫോമിംഗ് കോൺഫിഡൻസ് നമുക്ക് എന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ IT ഏരിയയിലെ പ്രഷർ കുറയ്ക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു നേരത്തെ പലപ്പോഴും മെൻഷൻ ചെയ്ത പോലെ ആ കാലഘട്ടത്തിൽ നിന്നത്തെ IT ഇൻഡസ്ട്രി മാറിയെങ്കിലും നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും സോഷ്യൽ ലൈഫും ഫാമിലി ലൈഫും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടൈം മാനേജ്മെന്റിലേക്ക് എത്തുക. ഒരു പരിധി വരെയെങ്കിലും നമ്മൾ അതിനോട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ റിലേഷൻഷിപ്പും ഗ്രൂപ്പിങ്ങും ഒരു നല്ലൊരു ഏരിയ ആണ്. റിലേഷൻഷിപ്പിന്റെ കാര്യം നേരത്തെ എനിക്ക് തോന്നുന്നു ആരോ ഇങ്ങനെ ചോദിച്ചു എന്റെ എക്സാമ്പിൾ. എനിക്ക് വളരെ നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു ബിസിനസ്സിലുണ്ടായ ഒരു ക്രൈസിസിന്റെ ഭാഗമായിട്ട് ഐ വാസ് സിവിയർ പ്രഷർ. വളരെയധികം പ്രഷർ ആയിരുന്നു. എനിക്ക് എപ്പോഴും അതിന്റെ തന്നെ ചിന്ത, ഞാനത് വീണ്ടും റീക്യാപ്ചർ ചെയ്യുമോ എന്നുള്ളത്. ബട്ട് ആക്ച്വലി എൻ്റെ ഒരു മേഖലയില് അല്ലെങ്കിൽ ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് തരാനുള്ള ഒരു ബിസിനസ്സിൽ തലത്തിൽ എനിക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തിൽ എനിക്ക് അത്ര ഇൻപുട്ട് തരാവുന്ന രീതിയിലുള്ള ആൾക്കാരുടെ പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ നെറ്റ്വർക്കിംഗ് കുറവ് കൊണ്ടോ, ടെക്നോളജി അല്ല സംസാരിക്കുന്നത് കേട്ടോ, ബിസിനസ്, എനിക്ക് വളരെയധികം പ്രഷർ വന്നു. ബട്ട് എനിക്കൊരു അവിചാരിതമായിട്ട് ഞാൻ കണ്ട ഒരു വ്യക്തി, അദ്ദേഹം എന്നോട് പറഞ്ഞ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. കുറച്ച് ആ സമയത്ത് എന്നോട് പറഞ്ഞ അടുത്ത ഒരാഴ്ച ദിവസം മുതൽ വെളുപ്പിനെ എഴുന്നേൽക്കുക, കുളിക്കുക, ലൗഡായിട്ട് പ്രാർത്ഥിക്കുക. അതെനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ടിപ്പ് എനിക്ക് തോന്നി കൊള്ളാലോ. ഞാൻ അടുത്ത ദിവസം മുതൽ വെളുപ്പിനെ എഴുന്നേക്കാൻ തുടങ്ങി. 3 മണി 3:30 ആകുമ്പോൾ എഴുന്നേക്കുന്നു, കുളിക്കുന്നു. വെളുപ്പിനാണല്ലോ, ആരും അറിയില്ല, നല്ല ലൗഡായിട്ട് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1/2 മണിക്കൂർ, ഒരു 15-10 മിനിറ്റ്, 2 പ്രാർത്ഥനകൾ. പക്ഷെ അത് നമ്മൾക്ക് ഒരു പ്രഷർ റിലാക്സിങ് മെത്തഡോളജി ആയിട്ട് മാറി. ഇപ്പൊ ഞാൻ എനിക്കൊന്നുകൊണ്ട് ആ നേരത്തൊന്നും എനിക്കുന്നില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഐ ബാക്ക് ടു ദ നോർമൽ. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മെന്റർഷിപ്പോ ടിപ്സോ കിട്ടാവുന്ന പോസിറ്റീവ് ആൾക്കാരോടുള്ള കണക്ഷൻസ് എപ്പോഴും നമുക്ക് പ്രഷർ റിലാക്സ് ചെയ്യും, നമ്മളെ തിരിച്ചറിയാനുള്ള ആൾക്കാർ. ഓൾടുഗദർ നമ്മളൊരു റിയാലിറ്റിയിൽ മുന്നോട്ട് പോയാൽ, നമ്മളുടെ യാഥാർത്ഥ്യ ബോധത്തിൽ മുന്നോട്ട് പോയാൽ വി ക്യാൻ റെഡ്യൂസ് പ്രഷർ ആൻഡ് വി ക്യാൻ ഹാവ് എ ഹാപ്പി ലൈഫ്. താങ്ക് യു ഹരി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുകുമാർജി, വളരെ ക്രിസ്പായിട്ട് പോയിന്റ്സ് ആഡ് ചെയ്തതിൽ. സോ ധനേഷിലേക്ക്. ഹരി, എന്റെ വോയിസ് കേൾക്കാവോ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പോയിന്റ്സ് ആണ്, ഒരുപാട് പേര് ആഡ് ചെയ്തിരുന്നു. അപ്പോ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ 1-2 പോയിന്റ്സും കൂടി ആഡ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ്. മെയിൻ ആയിട്ട് ഇപ്പൊ IT-യുടെ പ്രഷറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് വളരെ ഡൈനാമിക് ആണ്. ഒരു കാര്യം നമ്മൾ കണ്ടത്, നമ്മൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ട് നിൽക്കണം, അപ്സ്കിൽ ചെയ്യണം. പുതിയ റിസോഴ്സ് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ഫാക്ടറാണ്, വളരെ ഡൈനാമിക് ആയ ഒരു കാര്യം ഒന്ന് കണ്ടത്. 2, പിന്നെ പലപ്പോഴും ഈ സർവീസ് ഇൻഡസ്ട്രി ഒക്കെ ആവുമ്പോൾ, ഞാൻ വിപ്രോയിലൊക്കെ ഒരു 6.5 years വർക്ക് ചെയ്തിരുന്നു. അപ്പം വിപ്രോ മാത്രമല്ല, പൊതുവെയുള്ള സർവീസ് ഇൻഡസ്ട്രിയിലൊക്കെ കണ്ടത് ഈ പ്രഷർ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിട്ടാണ് വരുന്നത് പലപ്പോഴും. കാരണം വലിയൊരു ബിഡിങ് നടക്കും, വലിയൊരു പ്രോജക്റ്റ് വരും. അപ്പോ ബിഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയം അവര് ലോ കോസ്റ്റിനൊക്കെ ചിലപ്പം ചെയ്യേണ്ടി വരും. കാരണം മാർക്കറ്റിൽ TCS, IBM, വിപ്രോ എല്ലാവരും കൂടി ബിഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം
വലിയൊരു മാർജിൻ വെക്കാതെ ലോ കോസ്റ്റിലൊക്കെ ബിഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അത് ആ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രഷർ ടോപ്പ് ഡൗൺ താഴെ വരെ എത്തും. കാരണം ആ വിത്തിൻ ദി കോസ്റ്റിനുള്ളിൽ ഇത് ചെയ്യേണ്ടി വരും വലിയ പ്രോജക്റ്റ് ഒക്കെ ആവുമ്പോൾ, എൻഗേജ്മെന്റ്സ് ഒക്കെ ആവുമ്പോൾ. അത് അങ്ങനെ ബിൽഡ് ചെയ്ത് വരാറുണ്ട്. അതൊരു മെയിൻ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പ്രഷറിന്റെ മുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. രണ്ട്, ഞാനും ഒരു 1-2 years മുമ്പ് വളരെ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയതാണ്. വളരെ പ്രഷറും ഒരു ആങ്സൈറ്റി സിറ്റുവേഷനും എത്തി. എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഒരു ഡെയിലി മൂവി മുന്നോട്ട് പോവാന്നുള്ളതിന് ഒരു സ്ട്രഗിളില് പോലെ തോന്നിയ ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു, വല്ലാണ്ട് പ്രഷർ വന്നപ്പോൾ. അപ്പാണ് ഞാൻ ഒരു ബ്രേക്ക് പോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, എന്താണ് എന്റെ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങൾ എനിക്ക് അതിന്ന് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ചെയ്ത് എനിക്ക് മനസ്സിലായത്. ഒന്ന്, നമ്മുടെ ബേസിക് ക്യാരക്ടറൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ഇപ്പൊ മുമ്പ് ആരോ പറഞ്ഞ പോലെ നമ്മുടെ നോ പറയാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകള്, അതൊക്കെ നമ്മൾ ആക്റ്റീവ്ലി ലേൺ ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ട്, നമ്മുടെ പ്ലാനിങ് തന്നെയാണ്. നമ്മുടെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്യുക, ഡെയിലി എത്ര വർക്ക് എന്തൊക്കെ ചെയ്യാണ്ട് പ്ലാൻ ആൻഡ് പ്രയോറിറ്റൈസ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം എല്ലാ ഫ്രൈഡേയും ഞാൻ നെക്സ്റ്റ് 1 week ചെയ്യേണ്ട വർക്ക് പ്ലാൻ ചെയ്യും. അതിൽ പ്രയോറിറ്റി ചെയ്താൽ അത് മാത്രമേ ചെയ്യൂ. ബാക്കിയുള്ളത് ഓക്കെ ആഫ്റ്റർ നെക്സ്റ്റ് വീക്ക് എന്നുള്ള ഒരു കണ്ടീഷനിലാണ് വെക്കാം. അധികം പ്രഷർ ഒന്നും എടുക്കാതെ ചെയ്യും. പിന്നെ രണ്ട്, നമ്മുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഒരുപാട് ഹാബിറ്റ്സ്, എന്റെ കേസാണ്, എനിക്ക് ഒരുപാട് ചൈൽഡ്ഹുഡിലുള്ള ഒരു ഹാബിറ്റ്സും എന്താ പറയാ, നമുക്കിപ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഫെയിലിയർ ഓഫ് റിജക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫെയിലിയർ, അതൊക്കെയാണ് നമ്മൾ ഒരു തരത്തിലുള്ള പ്രഷർ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ പിന്നെ അതിന്ന് ഒരു കാര്യം ഞാൻ ഇപ്പോ ഈ പെർഫെക്ഷന്റെ കാര്യം പറയുമ്പോൾ ഓക്കെ, വാട്ട് എവർ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക അത് ചെയ്യാന്നല്ലാണ്ട് നമ്മൾ പലപ്പോഴും ഓക്കെ പെർഫെക്റ്റ് ആയി ചെയ്തിട്ട് ബാക്കിയുള്ളവർ അപ്രീസിയേഷൻ കിട്ടണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യണം, ആ ചിന്തയൊക്കെയാണ് പലപ്പോഴും പ്രഷർ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ആ ചിന്തകളൊക്കെ ഒഴിവാക്കിയപ്പോൾ. പിന്നെ രണ്ട്, ഇവിടെ ശ്രീകുമാർ പറഞ്ഞ ആ പ്രയറിന്റെ ഒരു കാര്യം പറഞ്ഞു, അത് എനിക്കും തോന്നി നല്ലൊരു പോയിന്റ് ആണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് ബുക്സിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ലൗഡായിട്ട് നിങ്ങളുടെ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ ദിവസം ഉള്ളത് അതൊന്ന് ലൗഡായിട്ട് അതൊരു ക്ലോസ് റൂമിൽ ഇരുന്നിട്ട് നമുക്ക് അടച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ രാത്രി ബെഡ് ടൈമിൽ കിടക്കുന്നതിന് മുന്നേ ചെയ്യാം. രാവിലെ എണീച്ചിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഈവൻ എനിക്കൊരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു വളരെ ക്രിട്ടിക്കൽ മീറ്റിംഗ് ആണ്, വളരെ പ്രഷറാണ് ഉള്ള ഒരു മീറ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ മീറ്റിങ്ങിന് മുന്നേ ഞാൻ ആ ഒരു ബുക്ക് എടുത്തിട്ട് വായിക്കുക ലൗഡായിട്ട്. അതിലൊരു 40 points എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് ശരിക്കും നമ്മളൊരു റീലേണിംഗ് ആണ്. ഇതിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. അതായത് ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ പണ്ടുണ്ടായ ട്രോമയും പ്രശ്നങ്ങളൊക്കെ കൂടി സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറത്തു വരും. അപ്പാണ് ഈ പ്രഷർ നമുക്ക് വരുന്നത്. അപ്പൊ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അൺലേൺ ചെയ്യുക, പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഫീഡ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാറുന്നുള്ളൂ എന്നുള്ളത് എന്റെ കേസിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ 1.5 year ആയി ഞാൻ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പോസിറ്റീവ് അഫർമേഷൻ ചെയ്തുകൊണ്ട്. പക്ഷെ ആ ഒരു ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയത്. ദാറ്റ്സ് എ ഗ്രേറ്റ് വേർഡ് ധനേഷ്. താങ്ക് യു. അത് ഓൾറെഡി ഒരു പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിയോട് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഓതൻറ്റിസിറ്റി ഉള്ളതാണ് ഇപ്പോൾ ശ്രീകുമാറിൻ്റെയും ധനേഷിൻ്റെയും വേർഡ്സ് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഞാനൊന്ന് AK വരികയാണ്. സോ AK കേൾക്കാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ എബിയിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. സോ എബി വിൻസെന്റ്. ഹലോ സാർ. സോറി. ഓക്കെ, സോറി എബി, ഞാനൊന്ന് AK പോയിട്ട് എബിയിലേക്ക് വരാം. കേൾക്കാം. സാർ, ഞാനും ഈ IT തന്നെ ജോലി ചെയ്താണ്. 10-15 മണിക്കൂർ ജോലി ചെയ്തു. വോയിസ് കുറച്ച് ഫീബിളാണ്, ഒന്ന് ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്യാമോ? ക്ലിയർ ആണ്. വോളിയം ഉണ്ടോ? ഓക്കെ. ഞാനും ഈ IT ജോലി ചെയ്താണ്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൽ. അപ്പോൾ ഈ 15-16 മണിക്കൂർ ജോലി ചെയ്തപ്പോൾ ഇതിന് പുറമെ ഞാൻ നേരിടുന്ന ഒരു വലിയൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ മറവിയാണ്. ശരിക്കും മറവി പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ചെറിയൊരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നൊരവസ്ഥ. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും പരിഹാരങ്ങൾ നമുക്ക് മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായും നമ്മൾ മറവി എന്നുള്ളൊരു വിഷയം നമ്മൾ ആക്ച്വലി തീർച്ചയായിട്ടും ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ സെഷൻ എടുക്കുന്നതാണ്. കാരണം നമുക്കത് ഓതൻറ്റിക്കായിട്ട് വേണം അതിനകത്ത് സംസാരിക്കാൻ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സും അതുപോലെ യോഗ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളും അതിനകത്ത് നമുക്ക് വരും. സോ അത് ഒരു സെഷൻ തീർച്ചയായിട്ടും, അത് ഞാൻ ഈ അവസരത്തിലൊന്ന് പറയുകയാണ്, നിങ്ങളെല്ലാവരും തന്നെ അദാ പ്ലേസ് ടു ടോക്ക് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിലും ഞാൻ നിങ്ങളെ അതിനകത്ത് മെമ്പേഴ്സ് ആക്കാം. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇവിടെ നമുക്ക് ടോപ്പിക്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇവിടെ കൊണ്ടുവരാം. വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് നമ്മൾ നടത്തുന്ന ചർച്ചകളാണ്. അപ്പോൾ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ അളവിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചർച്ചകളുടെ ഒരു ആവശ്യവും. ഞാൻ എബിയിലേക്ക് ഒന്ന് പോവുകയാണ്. എബി വിൻസെൻറ്റ്, താങ്കളിലേക്ക്. എബി അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാം, പറയൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്, ടോപ്പ് MNCയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരനാണ്. ഞാൻ എൻ്റെ ഒരു ടെസ്റ്റിമണി പറയാൻ വിചാരിച്ചാണ് വന്നത്. കാരണം ഞാനൊരു ഇപ്പോൾ ഇരിക്കുന്ന കമ്പനിയുടെ മുമ്പ് വേറൊരു കമ്പനിയിലായിരുന്നു. അവിടെ ആദ്യം ഒരു മോർണിംഗ് ഷിഫ്റ്റിൽ ഞാൻ സർവീസ് ഓറിയന്റഡ് ഇത് പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ്സ് കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2.5 കൊല്ലം ഈ ഒരു പുതിയ കമ്പനിക്ക് മുമ്പ് 2.5 കൊല്ലം വേറൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു മോസ്റ്റ്ലി. നൈറ്റ് ഷിഫ്റ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച എനിക്ക് ആ സമയത്ത് ഇതൊന്നും ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ആ കാലഘട്ടത്തിൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, റെഗുലർ ഡേ, അതായത് സൊസൈറ്റിയുമായിട്ട് ഒരുപാട് എലൂഫായി. രാവിലെ അതായത് ഡേ ലൈറ്റ് ഒന്നും ഞാൻ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു. 2.5 വർഷത്തേക്ക് ഞാൻ ഡേ ലൈറ്റ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇതൊക്കെ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന സ്ട്രെസ് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇതിനെ ഓവർകം ചെയ്ത് വരാൻ കഴിയും? അതായത് ഇപ്പം നമ്മളൊരു പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു യൂഷ്വലി ഫോളോ ചെയ്യുന്ന അവരുടെ റൊട്ടീൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും, സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. റെഗുലർലി ആയിട്ടുള്ളൊരു എക്സസൈസ് പാറ്റേൺ അവർ ഫോളോ ചെയ്താൽ അവർക്ക് ഒരു പരിധി വരെ അവരുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എത്ര വർക്ക് ഉണ്ടെങ്കിൽ തന്നെ സ്ലീപ്പ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഉറങ്ങിയിരിക്കണം, ഒരു കൃത്യസമയം നിശ്ചിത സമയത്തിൽ ഉറങ്ങാൻ കിടന്ന് ഒരു നിശ്ചിത സമയത്തിൽ ഉണരുക എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഈ സ്ട്രെസ് ലെവലിനെ കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് ഇവിടെ ആരൊക്കെയോ പറഞ്ഞു, യോഗ, മെഡിറ്റേഷൻ, അതുപോലെയുള്ള തനിക്ക് ഉതകുന്നതായിട്ടുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നല്ല ഒരു കഴിവുള്ള ഒരാളുടെ, ഒരു എമിനന്റ് ആയിട്ടുള്ള ആളുടെ നിന്നും അത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം സ്ട്രെസ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്കുണ്ടാകുന്ന, ഇപ്പൊ എനിക്കറിയാം ഏത് സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയാലാണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ഇൻസിഡന്റ് വരുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിൽ എന്തൊരു സാഹചര്യം വരുമ്പോഴാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാന്ന് എനിക്കൊരു കുറച്ച് കാലം കൊണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നെ ഞാൻ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രെസ് ട്രിഗേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏതൊരു ആൾക്കും, ഇപ്പം ഒരാൾ ചോദിച്ചു മെമ്മറി റെഡ്യൂസ് ആയി വരുന്നുണ്ട് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ്, ആങ്സൈറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുമ്പോൾ നമ്മുടെ മെമ്മറി പവറിനെയും നമ്മുടെ പെർഫോമൻസ് ലെവലിനെയും അത് ബാധിക്കും എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഓരോ റിലാക്സേഷൻ ടെക്നിക്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്ന ഒരു ചേഞ്ചസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരു വിധത്തിൽ ഒരു പരിധി വരെ സ്ട്രെസ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു മാം ഫോർ ആഡിങ് ദോസ് പോയിന്റ്സ്. നമുക്ക് എന്തായാലും നൈസാമിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ ഒന്നുകൂടി വരാം. സോ നൈസാം. താങ്ക് യു ഹരി. ഞാൻ ഇത്ര നേരം പറഞ്ഞതെല്ലാം കേട്ടു ആൻഡ് ഐ അഗ്രി ടു മോസ്റ്റ് ഓഫ് തിങ്സ്. ഐ വുഡ് ലൈക്ക് ടു ആഡ് കപ്പിൾ ഓഫ് പോയിന്റ്സ് ഹിയർ. ഒന്നെന്താന്ന് വെച്ചാൽ, ഒത്തിരി ആൾക്കാർ പറഞ്ഞു നമ്മൾ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ. പക്ഷെ ചില ജോബ്സ്, ഇപ്പോൾ ആര് പറഞ്ഞു വർക്ക് വീട്ടിലോട്ട് കൊണ്ടുവരുന്നു, ചില ജോബ്സ് ഇറ്റ്സ് ഇമ്പോസിബിൾ. അതായത് നമ്മൾ വി ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് അറ്റ് സം ടൈംസ്. അങ്ങനെ പോകുന്ന സമയത്ത് ടേക്കിംഗ് എ ബ്രേക്ക് ഈസ് എ റിയൽ ഗുഡ് ഹാബിറ്റ്. ലൈക്ക് 2 മാസം സ്ട്രെസ്ഫുൾ ആയി വർക്ക് ചെയ്താൽ 1 week ടേക്ക് ഓഫ്, കട്ട് യുവർ സെൽഫ് ഓഫ് ഫ്രം എവറിത്തിങ്. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു പോകുന്നത് വളരെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പിന്നെ വേറൊരെണ്ണം എന്താണെന്ന് വെച്ചാൽ ദിസ് മൈ ബി എ ലിറ്റിൽ കോൺട്രവേഴ്ഷ്യൽ, പക്ഷേ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് വർക്ക് ഹസ്ബൻഡ് ആൻഡ് വർക്ക് വൈഫ്. അത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഫീസിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്രൈ ടു ഫൈൻഡ് സംബഡി ഹു ഈസ് വെരി ക്ലോസ് ടു യു ദെയർ, ട്രൈ ടു ഷെയർ തിങ്സ് ആൻഡ് ട്രൈ ടു സ്ട്രെസ് ഫ്രീ വിത്ത് ദം ആൻഡ് ട്രൈ ടു ബി ദെയർ ബെസ്റ്റ് ഫ്രണ്ട്. അല്ലാതെ അത് കൂടുതലുള്ള ഒരു ഇതല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്, പക്ഷേ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. സോ ദാറ്റ്സ് ഓൾസോ എ പ്രൂവൺ വേ ടു ഡീസ്ട്രെസ്. അത്രേ ഉള്ളൂ. താങ്ക്സ് ആനന്ദ. ഞാൻ ആനന്ദിൻ്റെ പോയിന്റ് കൂടി അറിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷൻ്റെ പാർട്ടിലേക്ക് വരാം. ആനന്ദ്. ഹലോ, എൻ്റെ പേര് ആനന്ദ്. താങ്ക് യു ഹരി. ആക്ച്വലി ഞാനൊരു IT പ്രൊഫഷണലാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഭയങ്കരമായിട്ട് ബാധിക്കുമായിരുന്നു. അതായത് നമ്മുടെ ജോലി ഒരു മീൻസ് ഉറപ്പില്ല, കാരണം നമ്മൾ വർക്ക് പെർഫോമൻസിന് അനുസരിച്ചായിരിക്കും നമ്മുടെ കരിയർ. സോ ആ സമയത്തൊക്കെ ഒരു 12 hours 13 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസിനെ വളരെ ബാധിക്കും എന്നുള്ളതാണ് കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 years കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇങ്ങനെ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സ്വിച്ച് ഇൻ സ്വിച്ച് ഓഫ്, അതായത് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വർക്കിനെ കുറിച്ച് ബോധരാവുക, ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഓഫീസ് ലൈഫ് പേഴ്സണൽ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഫാമിലിയിലോട്ട് കൊണ്ടുപോകാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. ലൈക്ക് നമ്മൾ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്, ഒറ്റയ്ക്കായി പോകുന്നൊരു സിറ്റുവേഷൻ. സോ ഈ സമയത്ത് ഇതൊരു നല്ല ടോപ്പിക്കാണ്. ചെയ്തിട്ടുണ്ടായിരുന്നത് ദിനചര്യ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡു തിങ്സ് അറ്റ് റൈറ്റ് മൊമെൻറ്റ്. പിന്നെ നമുക്ക് പ്രഷറുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് മ്യൂസിക് കേൾക്കുക, അതുപോലെ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ റിലാക്സേഷന് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്ന് പലരും പറയുണ്ടായി. അതുപോലെ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് നോ പറയാനുള്ള ധൈര്യം കാണിക്കുക. നമുക്ക് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയാൻ അത് ആരോടായാലും, കൂടി വന്ന ജോലി പോവും എന്ന് പലരും പറഞ്ഞെങ്കിലും ജോലി പോവാതെ തന്നെ അത് പറയേണ്ട രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കണം. അത് സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ വിജയം. നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. പറ്റാത്ത കാര്യം നമ്മൾ ഏറ്റെടുത്ത് നമ്മളത് നമ്മുടെ തലയിൽ പ്രഷറായി അത് ചെയ്യാൻ സാധിക്കാതെ വരുന്നതിലും നല്ലത് പറ്റില്ല എന്ന് തുറന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അപ്രിഷിയേഷൻ നമ്മൾ പറഞ്ഞു. ഓരോ ആൾ നല്ലത് ചെയ്താൽ അയാളെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മളുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്സ് നമ്മളുണ്ടെങ്കിൽ അത് അംഗീകരിക്കലും. നമ്മളുടെ മിസ്റ്റേക്ക് അംഗീകരിച്ച് ആ ഫെയിലിയർ നമ്മുടെ ഭാഗത്ത് തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവരേക്ക് ചെല്ലാം, അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക. തിരിച്ച് അതേപോലെ തന്നെ അപ്രിഷിയേഷൻ നമുക്കും വരും. അതേപോലെ തന്നെയാണ് നമ്മൾ പെർഫെക്ഷന് വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യാതിരിക്കുക. പെർഫെക്ഷൻ കിട്ടി അതിന് അപ്രിഷിയേഷൻ കിട്ടുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റോടെ ചെയ്ത് തീർക്കുക. ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയില്ലെന്ന് വരാം. ഇനി അതിൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ പോയിട്ട് നമ്മൾ എന്താ പറയുക, കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ല് പോലെ അത്രയ്ക്ക് അതിലേക്ക് പോവാതെ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് പെർഫെക്റ്റ് എന്ന് തോന്നിയാൽ അവിടെ, അല്ലെങ്കിൽ വേണ്ട കാര്യത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ഒരു ഓവറോളായിട്ട് പറഞ്ഞത്. ഇനി നോ പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ടൈം കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുക. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ ടൈമായ ഓഫീസിൽ നിന്ന് ഇറങ്ങുക. ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം അവരെപ്പോഴും മസ്റ്റാണ്. അത് നമ്മൾ നല്ലൊരു കൊളീഗ് ആയിക്കോട്ടെ, നല്ലൊരു സപ്പോർട്ടർ ആയിക്കോട്ടെ, അവിടെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പ്രഷർ ഷെയർ ചെയ്യാൻ അവിടെ ഒരു ടീം ഉണ്ടെങ്കിൽ, നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും വർക്ക് പ്രഷർ കുറവായി കിട്ടും. അതേപോലെ സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞ പോലെ ചക്ക വെട്ടുന്ന പോലെ എണ്ണ കയ്യിൽ തേച്ചിട്ട് വെട്ടിയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ, മുളഞ്ഞ കയ്യിൽ പിടിക്കില്ലല്ലോ ആ ഒട്ടൽ. അതുപോലെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി. അതുപോലെ ചേമ്പിൻ്റെ ഇല പോലെ നമുക്ക് വെള്ളം ഒരിക്കലും അതിനകത്ത് ഒട്ടി നിൽക്കാത്ത പോലെ നമ്മളുടെ മേത്ത് പ്രശ്നങ്ങളൊന്നും പിടിച്ചേക്കില്ല പറഞ്ഞിട്ട് നിർജ്ജീവമായ അവസ്ഥയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കില്ലായിരിക്കാം. പക്ഷേ എങ്കിലും ഒരു പരിധി വരെയെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടാതിരിക്കുക, അല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക. അതൊന്ന് അകന്ന് നിന്നാൽ തന്നെ നമുക്കൊരു പരിധി വരെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് റിലേഷൻഷിപ്പ് ആൻഡ് ഗ്രൂപ്പിംഗ് ഈസ് ആൾവേസ് ബെസ്റ്റ്. ഫൈൻഡിങ് എ മെൻറ്റർ ഈസ് എ ഗുഡ് തിങ് എന്നുള്ളത് അത് പക്കാ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ, എക്സസൈസസ്, അതുപോലെ റിലാക്സേഷൻ ടെക്നിക്സ്, നല്ലൊരു മെൻറ്ററെ കണ്ടുപിടിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങുക. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് വേക്കപ്പ് ചെയ്യുക, എന്നിട്ട് ഉറക്കെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അത് പലരും ചെയ്ത് എഫക്റ്റീവ് ആയതുകൊണ്ട് ഞാനത് വീണ്ടും എടുത്തു പറയുകയാണ്. അവർ ചെയ്തത് എഫക്റ്റീവാണെന്ന് പറയുന്നത് അവരത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതൊരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക.
എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രം പ്ലാൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അജൈലിൽ നമ്മൾ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്ന പോലെ നമ്മൾ എക്സ്പെക്റ്റേഷൻ പ്ലാൻ ചെയ്യുന്ന പോലെ ചിലപ്പോൾ അത് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ലിരിക്കാം. പക്ഷെ ആ മീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അതിന് അധികം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അത് ടെൻഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല, അടുത്ത വട്ടം അത് മീറ്റ് ചെയ്യാം, ആ എക്സ്പെക്റ്റേഷൻ വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്യുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോവാം. അതുപോലെ നമുക്കൊരു ആൾട്ടർനേറ്റ് ഇല്ല എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാവരുത്. ആ ആൾട്ടർനേറ്റ് നമുക്ക് എല്ലാത്തിലും, ജോലിയിലായാലും ജീവിതത്തിലായാലും നമുക്കൊരു ആൾട്ടർനേറ്റ് ഉണ്ട്. നമ്മളില്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് വേറൊരാൾ വരും, നമ്മളില്ലെങ്കിൽ നമ്മുടെ ടാസ്ക് വേറൊരാൾ ചെയ്യും. ആ ഒരു ടാസ്ക് ഒരു ആൾട്ടർനേറ്റ് ഉണ്ട് എന്നുള്ള തോന്നൽ നമ്മളിൽ വന്നാൽ തന്നെ ഒരു പരിധിവരെ നമ്മളുടെ മുകളിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ നമുക്ക് തന്നെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പ്രോപ്പർലി കോൺഫിഡൻസ് ആയിരിക്കുക. ടെക്നോളജി വൈസ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുക, നിങ്ങൾ മാസ്റ്റർ ആയിരിക്കുക. നിങ്ങളുടെ മാസ്റ്റർ നിങ്ങൾ തന്നെ ആയിരിക്കണം. ആ സ്കിൽസ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കുക. അതേപോലെ പല ആൾക്കാർക്കും പല സ്ട്രെസ് ലെവലായിരിക്കും എന്ന് പറഞ്ഞു. അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ റെഗുലറായിട്ട് അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാനും പലർക്കും ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ് ഉറക്കം. നല്ല രീതിയിൽ ഉറങ്ങുക, പക്ഷേ നല്ല ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് റെഗുലർ ടൈമിൽ കിടക്കുക, റെഗുലർ ടൈമിൽ. അത് കൂടുതൽ നേരം ഉറങ്ങുക അല്ലെങ്കിൽ കുറച്ച് നേരം ഉറങ്ങുക എന്നുള്ളതല്ല. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി, അദ്ദേഹം വളരെ കുറച്ച് നേരം ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് പല ഇതിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഫക്റ്റീവായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉറക്കത്തിലല്ല കാര്യം എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ലോങ് ആയിട്ട് ഉറങ്ങുന്നതിലും നല്ലത് ഉറക്കം വളരെ കുറച്ചാണെങ്കിൽ കൂടി ആ ഉറക്കം ശരിക്കുള്ള ഉറക്കമായിരിക്കണം. ഗാഠനിദ്ര എന്ന് പറയുന്ന അത് റെഗുലർ ടൈമിന് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ ശ്രമിക്കുക. പറ്റുന്ന പോലെ ഒരു ബ്രേക്ക് എടുക്കുക. അത് വർക്കുന്നായാലും ശരി മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് പറ്റുമെങ്കിൽ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു വീക്കെങ്കിലും നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഫാമിലിയോടൊപ്പം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ പോയിന്റുകൾ നമ്മൾ ഓവറോൾ ഒന്ന് പറഞ്ഞു വരുമ്പോൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാനൊന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കൃഷ്ണകുമാർജി എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉണ്ടോ? ഞാൻ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യം പറയാന്ന് ഓർത്തിട്ടാ. ഉറക്കത്തിന് പലരും, എനിക്ക് തന്നെ ഉറക്കത്തിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഈ മിലിറ്ററി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഈ മിലിറ്ററി സ്ലീപ്പിംഗ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എങ്ങനെയാണ് മിലിറ്ററി മെത്തേഡ് സ്ലീപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം അവര് ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധഭൂമിയിൽ പോലും അവർ ഉറങ്ങുന്നുണ്ട് ഒന്ന് ഇരിയാൻ. അപ്പൊ ആ ടെക്നിക്സ് നിങ്ങൾ ആർക്കെങ്കിലും എല്ലാവർക്കും ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ തന്നെ പരീക്ഷിച്ച് പ്രൂവ് ചെയ്തൊരു പ്രൂവൺ സംഭവമാണ്. അതൊന്ന് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റിൽ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ കാര്യം ഇതായിരുന്നു. വേറെ ആരോ പറഞ്ഞിരുന്നു നമുക്ക് അവിടെ ഒരു നല്ല കമ്പാനിയനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ സ്ട്രെസ്, ഐ തിങ്ക് നൈസാമാന്ന് തോന്നുന്നു, പറഞ്ഞിരുന്നു ഇങ്ങനെ നല്ലൊരു കമ്പാനിയനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് അത് വളരെ എഫക്റ്റീവ് ആണ്. നമുക്ക് നല്ലൊരു കമ്പനി സെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പോകും. നമ്മളിപ്പം എസ്പെഷ്യലി ന്യൂ ജനറേഷൻ ആയപ്പോൾ നമ്മൾ വീട്ടിൽ താമസിക്കുന്നത് ഗ്രൂപ്പായിട്ടൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അവിടെ നമ്മുടെ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരും അധികം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരും ഇല്ലാണ്ട് നല്ല മോട്ടിവേഷൻ തരുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നമുക്ക് അത്ര സ്ട്രെസ് ഫീൽ ചെയ്യില്ല. കാരണം വീട്ടിൽ വരുമ്പോഴേക്കും നമ്മൾ റിലാക്സ് ആവും വർക്ക് പ്ലേസിൽ നിന്ന്. പക്ഷെ എന്താ പ്രശ്നം കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അതേപോലെ തന്നെ വീട്ടിലാണെങ്കിൽ പോലും ഒരു കാര്യം ആ സ്ട്രെസ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്. അപ്പം ഒരു ഹീറ്റഡ് എൻവയോൺമെന്റിൽ നമ്മൾ പിന്നെയും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷനിലേക്ക് ഇതേ പ്രഷറും വെച്ചോണ്ട് ചെന്ന് കയറാണ്ടിരിക്കുക. കാരണം ഇത് രണ്ട് സ്ഥലത്തും ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമ്മുടെ കയ്യിൽ പ്രഷറുണ്ട്, അപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു അഭിപ്രായം അവിടെ പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ഹീറ്റഡ് എൻവയോൺമെന്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വർക്കിൽ വരുമ്പോൾ ഡബിൾ എഫക്റ്റിൽ ഡബിൾ വെയിറ്റുമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക, എങ്ങനെ നമ്മൾ കാര്യങ്ങളിൽ നിന്നും ഒഴിയാം എന്നും കൂടെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു. താങ്ക്സ് കൃഷ്ണകുമാർ for adding that point. So നമിത എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? നമിത അല്ല, ഞങ്ങള് ആദ്യം സ്പീക്ക് ചെയ്ത കുറെ പേര് സെക്കൻഡ് റൗണ്ടിൽ പറയാന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഓക്കെ. എനിക്ക് പറയാനുള്ളത് ഈ നമ്മളുടെ ഇപ്പൊ IT ഫീൽഡാണല്ലോ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. IT ഫീൽഡ് കമ്പാരിറ്റീവ്ലി ബാങ്കിങ് അതുപോലെ സെയിൽസ് അങ്ങനെയൊക്കെയുള്ള ഫീൽഡിനെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും തീരെ പ്രഷർ ഇല്ലാത്തൊരു ഫീൽഡാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നു എന്ന് പരാതി പറയുന്നതും IT ഫീൽഡിലുള്ളവരാണ്. അതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IT മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പ്രോഗ്രാമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളുകൾ ഇതിൽ വന്നിട്ട്
ഈ അവരുടെ ഒരു പൊട്ടൻഷ്യൽ ഇല്ലാത്തൊരു കാര്യത്തില് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നത് അത് ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു 5-10 കൊല്ലം എങ്ങനെയെങ്കിലും ഇതിൽ കടിച്ചു നിന്നിട്ട് ഈ ഫീൽഡിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫ്രഷറിൽ നിന്ന് ഒരു കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് വരുന്ന ഏറ്റവും വലിയ കഴിവ് ഞാൻ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നോ പറയാനുള്ള കഴിവാണ്. നോ ഇസ് ദ കീവേഡ്. നോ അല്ലെങ്കിൽ ഇത് ശരിയല്ല അത് പറയാനുള്ള കഴിവ് ഓർ കോൺഫിഡൻസ്. ആ സാധനം വന്നു കഴിഞ്ഞാൽ ഈ പ്രഷർ എന്ന് പറഞ്ഞ സംഭവം പിന്നെ ഇല്ല. പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിൽ എന്ന് വെച്ചാൽ നമ്മള് എൻ കസ്റ്റമർ ആയിട്ട് മീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് ബിസിനസ് ടാർഗറ്റ്സ് ഇല്ല. ഈ മാർക്കറ്റിംഗ് സെക്ഷനിലേക്കോ അല്ലെങ്കിൽ എബോവ് പ്രോജക്ട് AVPR റോളിലേക്ക് പോകാത്ത ആൾക്കാർക്ക് ബിസിനസ് ടാർഗറ്റ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് തരുന്ന വർക്കുകൾ നമ്മൾ പറയുന്ന ഷെഡ്യൂളിൽ, അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അതായത് ഒരു പ്രോജക്ട് മാനേജർ ഈ വർക്ക് അസൈൻ ചെയ്യുമ്പോൾ ഈ ഷെഡ്യൂൾ തീരുമാനിക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ആ സാധനം എത്ര നേരം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോ മറ്റാള് എന്നേറ്റവും കുറവ് സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കൂടി പോയി കഴിഞ്ഞാൽ എന്റെ പൊസിഷൻ ഇവിടെ പോകുന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ആ ടൈം അവിടെ അസൈൻ ചെയ്ത് അത് അവിടെ ആ പ്രോജക്ട് മാനേജർ അവിടെ സമ്മതിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു നോട്ട് രേഖപ്പെടുത്തി വെക്കണം. അതായത് I told 5 days, he gave 2 days. അതവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഫോർമാറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ എന്ന് പറഞ്ഞ സാധനമേ വേണ്ടാത്ത ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് IT. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പൊ ഒരു 9 to 5 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാള് 9 o'clock വന്നു കഴിഞ്ഞാൽ ഒരു 3 മണി വരെ ജോലി അടിച്ച് നടക്കും. അത് കഴിഞ്ഞ് 3 മണി തുടങ്ങിയ ഒരു ബഹളമാണ് ഈ സാധനം തീർക്കാനായിട്ട്. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ തീരൂല. പിന്നെ 6 മണി 7 മണി 8 മണി വരെ എക്സ്ട്രാ ടൈം എടുത്ത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കംപ്ലൈന്റ് ചെയ്യും, എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര വർക്ക് പ്രഷറാണ്. അപ്പൊ ഇവര് ആലോചിക്കുന്നില്ല രാവിലെ മുതൽ ഡേ ലൈറ്റ് അവേഴ്സ് മുഴുവൻ ഇവര് ജോലി അടിച്ച് നടക്കുന്നതെന്ന് ആലോചിക്കുന്നില്ല. അതായത് ഒരു ടൈം ടേബിൾ ഇല്ല, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തതിന്റെ പ്രശ്നം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ IT ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ പ്രഷറുള്ള ഒരു ഫാക്ടേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വരാത്തൊരു ഫീൽഡാണ്. അപ്പോൾ IT-ക്കാർ ഇങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. അവര് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രഷർ ഇല്ലാതെ നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്തത്. സോ നമുക്ക് വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു അമിത്. സോ രംഗനാഥൻജി, ഭഗത്, നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? കുറച്ച് ഇടയ്ക്ക് കുറച്ച് ലൂസായി ബിക്കോസ് ഐ വാസ് ടു അറ്റൻഡ് സംതിങ് എൽസ്. ബട്ട് ഐ ഡോണ്ട് നോ ഏതെല്ലാം പോയിന്റ് മിസ് ചെയ്തു എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്താണ് ഇതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ പ്രഷർ കൂളായിട്ടിരിക്കാം, പ്രഷറിൽ കൂളായിട്ടിരിക്കാം. ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് IT ഓർ ബാങ്കിങ് ഓർ ഏത് ഫീൽഡിലായാലും പ്രഷറുള്ള ജോബാണ്. വെദർ ഈവൻ പ്ലേയിങ് ക്രിക്കറ്റ് ഈസ് ഓൾസോ പ്രഷർ. വി ഹാവ് സീൻ ദാറ്റ്. സോ അപ്പോൾ പ്രഷർ ഈസ് എന്താ പറയുക, ഒരു നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. വിത്ത് എനി വർക്ക് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ വർക്ക്. അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് തോട്ട്സിൽ കൂടി ഒരു ജോലി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾക്കൊരു എന്താ പറയുക ഒരു 50% പ്രഷർ അപ്പൊ തന്നെ പോകും. ബിക്കോസ് ഐ ആം ഗോയിങ് ടു ഹാൻഡിൽ ദ പ്രഷർ, ഐ ആം ഗോയിങ് ടു ടേക്ക് അപ്പ് ദ ചലഞ്ച്. ആ ഒരു പോസിറ്റീവ് മൈൻഡ് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ അതിന് പകരം ജോലി വലിയ പ്രഷറൈസ്ഡ് ജോബാണ്, അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വരികയാണെങ്കിൽ എന്ത് തുടങ്ങിയാലും നമുക്ക് പ്രഷറായിട്ട് തോന്നും. So one important thing is that you have to take it first positive. ഞാൻ ഈ ചലഞ്ച് I will take it up. ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൽ one should start. പിന്നെ ഇപ്പം ഞാൻ എന്താ നിങ്ങൾ ഇത് എന്താണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശം എങ്ങനെയാ വെച്ചാൽ there are 3 kind of people ഒരു ഓർഗനൈസേഷൻ. അതായത് ഒന്ന് വന്നത് ഈ ലോവർ ലെവൽ, അതായത് who have to execute, അവർക്കൊരു തരം പ്രഷർ. പിന്നെ ടീം ലീഡർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ലെവൽ, അവർക്കൊരു പ്രഷർ ഓഫ് മാനേജിങ് ദ ഗ്രൂപ്പ് ഓർ മാനേജിങ് ദ ടീം. പിന്നെ അനദർ സെറ്റ് ഓഫ് പ്രഷർ ഈസ് ഫോർ ദോസ് പീപ്പിൾ ഹു ആർ ഡയറക്ട്ലി ഡീലിംഗ് വിത്ത് ക്ലയൻസ്. അവർക്കൊരു വേറെ ടൈപ്പ് ഓഫ് പ്രഷറാണ്. മൂന്ന് വിധത്തിലുള്ള പ്രഷറാണ്. പക്ഷെ ഞാൻ ഇതൊക്കെ ജനറലൈസ് ചെയ്തിട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഈച്ച് ഓഫ് ദം. സോ എന്താ പറയുക ഇൻഡിവിജ്വലി അതിന് മൈക്രോ ഇത് പോകുന്നില്ല. പക്ഷെ ജനറൽ ആയിട്ട് ഞാൻ പറയാം, ജനറലി അതർവൈസ് ഐ വിൽ ബി വേസ്റ്റിംഗ് ടൈം ഓഫ് എവരിബഡി. പറയുകയാണെങ്കിൽ കുറെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കുറെ ടൈം എടുക്കും. ബട്ട് ഞാൻ ജനറലൈസ് പറയാം, ഒരു ചില ആട്രിബ്യൂട്ട്സ് വി ഹാവ് ടു ഡെവലപ്പ്. അത് ഏത് ഫീൽഡിലായാലും ശരി. ഐ എം ടെല്ലിംഗ് വെദർ യു ആർ വർക്കിംഗ് അറ്റ് ഹോം, വെദർ യു ആർ ഹാവിംഗ് യുവർ ഓൺ ബിസിനസ് ഓർ വെദർ യു ആർ പ്ലേയിങ് ഓൺ ദ പ്ലേ ഫീൽഡ്. ഓക്കെ. ഒന്ന് വന്നിട്ട് ഈഗോ. എനിക്ക് ഞാൻ കണ്ടിരിക്കുന്നതാണ്
ഈ ഈഗോ കാരണം നമുക്കൊന്നും അറിയുന്നില്ല. നമ്മളൊരു ഈഗോ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അകത്തൊരു ഈഗോ ഉണ്ടെങ്കിൽ അതൊരു അകത്ത് നമ്മൾ അറിയാതെ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ ഈഗോ പല കാരണമാകാം. സീനിയർ, ജൂനിയർ, സീനിയർ, അല്ലെങ്കിൽ പിയർ പ്രഷർ, നമ്മളെ മാതിരി കൊളീഗ്സ് അയാൾ നന്നായിട്ട് അത് കാരണം ഒരു ജലസ്, ഒരു ഈഗോ, ഇതൊക്കെ വരുമ്പോൾ ഇറ്റ് അഫക്ട്സ് അവർ വർക്ക്. അതിലൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ യു ഷുഡ് ഹാവ് പേഷ്യൻസ്. ഐ ആം നോട്ട് സെയിങ് ദാറ്റ് എന്താ പറഞ്ഞിട്ടില്ല പ്രഥമ കോപം വിനശ്യതി എന്ന് പറയണ മാതിരി. അപ്പം ഈ പേഷ്യൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എം ടെല്ലിങ് ജനറൽ ആയിട്ട് പറയണ ഏത് ഫീൽഡാണ്. പിന്നെ ഈ നോട്ട് പാനിക്. അത് കുറെ ജോലി കിട്ടി, അത് പറഞ്ഞു ഇത് പറഞ്ഞു, ജോലി കിട്ടി, ഡോണ്ട് പാനിക്, യു ഹാൻഡിൽ ഇറ്റ്. അതൊരു സിസ്റ്റമൈസ് ചെയ്യുക, അതൊരു ടു ഡു ലിസ്റ്റ് ആക്കി എടുക്കുക, ദെൻ യു പ്രയോറിറ്റൈസ് ചെയ്ത്. അപ്പൊ ഈ പാനിക് എന്നുള്ള സാധനം പോകും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പേഴ്സണൽ ഇന്റഗ്രിറ്റി, ഒരു സെൽഫ് ഇന്റഗ്രിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അതായത് നമ്മൾ അനാവശ്യമായിട്ട് നുണ പറയുക, എന്തെടുത്താലും നുണ പറഞ്ഞ് ഇതാക്കുക. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ആ സമയത്ത് ഷോർട്ട് ടേം വി ആർ എസ്കേപ്പിംഗ്. ഒരു നുണ പറഞ്ഞു, വെദർ ഇറ്റ് ഈസ് വിത്ത് എ കൊളീഗ് ഓർ വെദർ ഇറ്റ്സ് വിത്ത് എ സീനിയർ ഓർ ഇറ്റ്സ് എ ക്ലയന്റ്. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ ഓരോന്നും ചെയ്തു വരുമ്പോ അപ്പോഴാണ് അയ്യോ നുണ അതിന്റെ അപ്പൊ പിന്നെ ഒരു നുണ പറയും. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ നമുക്കത് വി ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ഇത്ര ലൈസ് ഒക്കെ എങ്ങനെയാണ് ഇതിനൊക്കെ ഡീൽ. സോ അവർ ഫോക്കസ് ഗെറ്റ്സ് ഡൈവേർട്ടഡ്. സോ അത് പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ആക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ടിപ്സ് ആരൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടു. ഒരു ടേക്ക് എ ബ്രേക്ക്. ഐ വോണ്ട് സേ എൻജോയ് മ്യൂസിക്. യു കനോട്ട് എൻജോയ് മ്യൂസിക് വെൻ ദെയർ ഇസ് എ പ്രഷർ. സോ അല്ലെങ്കിൽ ചിലവരിങ്ങനെ പോയിട്ട് സിഗരറ്റ് കുടിച്ചിട്ട് 10 മിനിറ്റ് സിഗരറ്റ് കുടിച്ചിട്ട് വരും, അല്ലെങ്കിൽ കാപ്പി കുടിച്ചിട്ട് വരും, ചായ കുടിച്ചിട്ട് വരും. അത് നമ്മൾ ഹെൽത്ത് എഫക്റ്റ് ആവും. Music, I don't think you can only hear music, but I don't think you will be able to enjoy music. So okay, it is an individual. Now take a 10-minute break, be away from the job. ഒരു 5 minutes 10 minutes just unwind yourself for that 5 minutes. ഇത് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ you should have keep on developing your skill. ഈ പല കാര്യങ്ങൾ നമുക്ക് സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അപ്ഡേറ്റ് കാണിച്ചു, ബിക്കോസ് വി ആർ നോട്ട് അപ്ഡേറ്റഡ്, അല്ലെങ്കിൽ അതിന്റെ ആ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ലൈക്ക് എ ക്രിക്കറ്റർ, യു ഷുഡ് ബി ഏബിൾ ടു ഹിറ്റ് എ 6. ചില 6 അടിക്കാത്തവരാണ് ബാക്കിയുള്ളവർക്ക് പ്രഷർ കൊടുക്കുന്നത്. അപ്പൊ 6 നമുക്ക് അടിക്കാൻ അതിന്റെ ടെക്നിക്ക് അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ അതുമായി ഡെവലപ്പ് സ്കിൽ. പിന്നെ നമ്മുടെ ജോലിയിൽ ഫോക്കസ് ചെയ്തിരിക്കുക. ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഒരു ഇന്റഗ്രിറ്റി, നമ്മുടെ തനതായ ഒരു പ്രിൻസിപ്പിൾസ്, ഒരു ഫിലോസഫി, അതൊക്കെ വളരെ അതൊന്ന് വി ഷുഡ് ഗാർഡ് ഇറ്റ്. നമ്മൾ ഈ പ്രഷർ കാരണം ഒന്നാണ് ഈ ലൈ അല്ലെങ്കിൽ ഈഗോ, ഇതൊക്കെ കൊണ്ടുവരാണ്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക പേഴ്സണൽ ഡെവലപ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ all these things will act as a എന്താണ് ഗുഡ് ഡിഫൻസ് സിസ്റ്റം ഇൻ ഹാൻഡ്ലിങ് പ്രഷർ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം 1-2 പേര് പറഞ്ഞു നോ പറ്റില്ലെങ്കിൽ നോ പറയാ. എനിക്ക് അതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം. See, for some people ഈ നോ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരു അരോഗൻസ് ആയിട്ട് കരുതും. ഞാൻ ഒരാളുടെ ജോലി പറഞ്ഞ ആള് പറ്റില്ലെന്ന് പറഞ്ഞു. സം പീപ്പിൾ വിൽ ടേക്ക് ഇറ്റ്. നോ പറഞ്ഞ ആരെടുത്താണ് നോ പറഞ്ഞത്, എങ്ങനെ നോ പറയണം, ഏത് സിറ്റുവേഷനാണ് നോ പറയണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നോ ഈസ് നോട്ട് എന്താണ്, ഇറ്റ്സ് നോട്ട് ബ്ലാങ്കറ്റ് സ്റ്റാമ്പ്. ഓക്കെ എല്ലാത്തിനും നോ അടിച്ചു വിടുക, അതല്ല. നോ പറയുമ്പോൾ അത് നോക്കി പറയാം. പിന്നെ നോ പറയുമ്പോൾ എന്താ അതിനൊരു എന്താ പറയുക, ഒരു ഡിസ്ക്ലൈമർ കൊടുക്കുക. ഓക്കെ എന്താ പറയുക വെച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് പോസിബിൾ, ഓർ ദിസ് ക്യാൻ ബി ഡൺ വിത്തിൻ സോ മച്ച് ടൈം, or I don't think this will be successful, or I don't think we are doing the right way, but anyway I will try. അപ്പൊ അതിനർത്ഥം നാളെ എന്തെങ്കിലും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഈ നോ കാത്തു രക്ഷിക്കാൻ വരും. നോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് വർക്ക്സ് ആസ് എ ഗുഡ് ഡിസ്ക്ലൈമർ. അപ്പൊ അത് കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ഈ പ്രഷർ വരാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു. ഇതൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ളൊക്കെ ഇൻഡിവിജ്വലായിട്ട് 3 ഗ്രൂപ്പ് പറഞ്ഞല്ലോ, ആ 3 ഗ്രൂപ്പിനെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ ക്ലയന്റ് റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ക്ലയന്റ് ആയിട്ട് കിട്ടിയാലും യു ഷുഡ് ഡെവലപ്പ് സംവാട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരു ആളുടെ ബർത്ത്ഡേ ഒക്കെ ആണ്, ക്ലയന്റ് ബർത്ത്ഡേ അല്ലെങ്കിൽ ക്ലയന്റ് ചില കാര്യങ്ങൾ അതൊക്കെ നോക്കി അവർക്കൊന്ന് വിഷ് ചെയ്യുക. സോ യു കം ടു ഗെറ്റ് ഇൻ ടു ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഹിം. അങ്ങനെയൊക്കെ ഡെവലപ്പ് അവർ ദെൻ ദേ വിൽ നോട്ട് ലുക്ക് അറ്റ് യു ആസ് എന്താ പറയുക ക്ലയന്റും മറ്റേ ഈ ജോലി തരുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് അതിന്റെ ആ എന്താ പറയുക ഡിസ്റ്റൻസ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ആഫ്റ്റർ എൻഡ് ഓഫ് ദ ഡേ we must have a review of what we have done, how it could have been done differently or better way. ആ ഒരു ചെറിയൊരു 5 minutes or 2 minutes review at the end of the day. അത് അങ്ങനെ വല്ല ഒരു നല്ലൊരു കിട്ടാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ഈ എക്സലിലൊക്കെ പറഞ്ഞ മാതിരി MS എക്സലിലൊക്കെ ടിപ്സ് ട്രിക്സ് ആൻഡ് ട്രാപ്സ്
അതേമാതിരി എല്ലാത്തിനും എന്തൊക്കെല്ലാം ടിപ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ നോട്ട് ചെയ്യുക. എന്തെല്ലാം ട്രിക്സ് ഷോർട്ട് കട്ട്സ് ഒക്കെ ചെയ്ത് ഏതാനും വിധത്തിൽ ചെയ്ത് കാര്യങ്ങൾ വേഗം ചെയ്യാൻ പറ്റും. പിന്നെ അത് ചെയ്യുമ്പോൾ എന്തെല്ലാം ട്രാപ്സ് ഉണ്ടാവും. അപ്പൊ അതിങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് കൊണ്ടുവന്ന് വി ക്യാൻ ഹാൻഡിൽ പ്രഷർ. താങ്ക് യു. എന്തായാലും നല്ല വാലിഡ് പോയിന്റ്സ്. അതിൽ നോ പറയേണ്ടടുത്ത് നോ പറയേണ്ട എന്ന് പറഞ്ഞത് കാരണം ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ IT ഇൻഡസ്ട്രിയിൽ എടുക്കുമ്പോൾ പലപ്പോഴും വരുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക് നമുക്കറിയാം അത് 8 മണിക്കൂർ കൊണ്ട് തീരില്ല, പക്ഷേ ഇന്ന് വൈകുന്നേരത്തെ ചെയ്ത് തന്നേ പറ്റൂ എന്നൊരു പ്രഷർ വരുമ്പോൾ ഇല്ല അത് സാധിക്കില്ല എന്ന് പറയാനുള്ള ആ ഒരു ആർജവം അതുണ്ടാവണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നോ പറയേണ്ട ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് അടിച്ചുകൊണ്ട് പറയില്ല, അതെ ആ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് താങ്കൾ ഉദ്ദേശിച്ചത്. അത് ക്ലിയർ ആണ്. താങ്ക് യു. അതെ, പിന്നെ ഒരാൾ കൂടെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞായിട്ട് അതായത് അർത്ഥം ഈസ് ഷോയിങ് ഇയാൾ ഒരു ഇൻഡിസ്പെൻസിബിൾ ഫാക്ടർ ആണെന്ന് വിചാരിക്കണം, ഇയാളെ നീക്കാൻ പറ്റില്ല വിചാരിക്കണം, ഒരു അറോഗൻസ് എന്നുള്ളൊരു വരും. ഞാൻ പറയുന്നത് അതിന്റെ ഒരു അഭിപ്രായം പറയാ, ഇതാണ് why I am saying no, these are the things and that's why I am saying no, but anyway still I will try. See again you are back to his thoughts, അത് I will try എന്നുള്ള ഇത് മാറി. അപ്പൊ I am not interested in your trying, either you say yes or no. അപ്പൊ പറയാ okay then I don't want to half finish the job, either I will do it fully or I will not do it, then I will say I will go to the latter എന്ന് പറഞ്ഞാൽ no പറയും. അതാ പറഞ്ഞ ആ ഒരു better way of communicating developing in no will then. താങ്ക് യു രംഗനാഥ്ജി. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ? ബെന്നി? ഹലോ. അപ്പൊ എനിക്ക് 1-2 പോയിന്റ്സ് പറയാനുള്ളത്, നമ്മൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ഈ ഒത്തിരി പ്രശ്നം കുറയ്ക്കാൻ കഴിയും. ഇപ്പം പ്രശ്നങ്ങളില്ലാത്തൊരു ലൈഫ് ഉണ്ടാവില്ല. എപ്പോഴും ലൈഫിലാണെങ്കിലും നമ്മുടെ സ്കൂളില്, കോളേജില്, അല്ലെങ്കിൽ വർക്ക് സ്പേസില്, ഫാമിലിയിൽ എല്ലാം ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ഓരോ പ്രശ്നങ്ങളും. ഒന്നും ഇപ്പൊ ഒരു എംപ്ലോയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്, ഒരു എംപ്ലോയിയുടെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ ഒരിക്കലും ഞാനത് ഒരു മുൻവിധിയോട് കൂടി എംപ്ലോയിയോട് നേരിടാറില്ല. എംപ്ലോയിയെ ഇരുത്തി സംസാരിച്ച്, കാരണം അവന്റെ സൈഡിൽ എന്തെങ്കിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ടാവും. അപ്പം ഈ പ്രശ്നങ്ങളിൽ ഒരു 95% ഞാൻ കണ്ടേക്കുന്ന എൻ്റെ ഒരു അനുഭവത്തില് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലമാണ് അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും, ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ അതിനെ കൺഫ്രണ്ട് ചെയ്യാതെ അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അത് ഒരു പ്രാക്ടീസാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ രഘുനാഥ് പറഞ്ഞ പോലെ ഈ പലപ്പോഴും ഈ ഉണ്ടാകുന്നത് ഈഗോയുടെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ഈ ഈഗോയെ ഹേർട്ട് ചെയ്യുമ്പോഴാണ് പലർക്കും ഈ പ്രഷർ മൗണ്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഈഗോയെ ഇല്ലാതാക്കുവാണെങ്കിൽ, കാരണം ഈഗോ കനോട്ട് സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. ഈഗോ എന്ന് പറയുന്നതിനെ സറൗണ്ട് ചെയ്തേക്കുന്ന ഒത്തിരി സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഒത്തിരി ഡീമോണിക് നേച്ചർ ഉണ്ട്. ഞാൻ എന്ന പാവം, നമ്മുടെ ഇപ്പം ഗീതയെന്ന് എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഭഗവത്ഗീതയെന്ന്. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞ നമ്മുടെ പ്രൗഡ്, നമ്മുടെ ഇഗ്നറൻസ്, ഇതെല്ലാം നമ്മുടെ ഈഗോയെ സറൗണ്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് കുറെ നമ്മൾ ആരുമല്ല എന്നുള്ളൊരു തിരിച്ചറിയല് വരുത്തുമ്പോൾ, നമ്മൾ നോബഡി എന്നുള്ളൊരു രീതിയിൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈഗോയെ ഹർട്ട് ചെയ്യില്ല. കാരണം നമ്മളെ ആർക്കും ഒന്നും ഹർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോ ഒരാൾ എത്രമാത്രം പ്രൈസ് ചെയ്യാലും നമ്മൾ പ്രൈസ് ആവരുത്. അതുപോലെ എത്രമാത്രം ഒരാൾ താത്തി പറഞ്ഞാലും നമ്മൾ ആരുമല്ല. അപ്പൊ നമുക്ക് എന്നും താഴേക്ക് പോകാൻ പറ്റില്ല. ഉയർത്തി പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ സ്പേസ് ഗ്രൗണ്ടിലാണ്. അപ്പൊ അങ്ങനെ മൈൻഡിനെ നമ്മൾ ഒന്ന് പരുവപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് നമ്മളുടെ ഒത്തിരി പ്രഷർ കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്, ഒന്ന് കുക്കിംഗ് ഒക്കെ നടത്തും. ഇപ്പം ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കുക്കിംഗ് അതൊന്ന് ഡീവിയേറ്റ് ചെയ്യും. അതുപോലെ എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഞാൻ നാട്ടിൽ പോകുമ്പോൾ പല കൃഷികളും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു മാസമൊക്കെ അവധി എടുത്തിട്ട് നാട്ടിൽ പോയി കൃഷി ചെയ്യും. അതൊക്കെ നമ്മളെ ഒരു അൺവൈൻഡ് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തേക്കുന്നത്. ഇത്രയും എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. താങ്ക് യു. നല്ല 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 വാലിഡ് പോയിന്റ്സ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ടോക്കിൽ നിന്ന് വന്നത്. സോ ഞാൻ എല്ലാവരോടും ഒരു സജഷൻ പറയുന്നത്, നിങ്ങൾ അദ്ദ പ്ലേസ് ടു ടോക്ക് എന്ന് പറയുന്ന ക്ലബ്ബ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സജഷൻസും നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സജഷൻസും ഡിസ്കഷൻസും ഇവിടെ കൊണ്ടുവരാം. നമ്മുടെ ചർച്ചകളെല്ലാം തന്നെ ഒരു മാക്സിമം 1 hour അല്ലെങ്കിൽ 1.5 hours വൈൻഡ് അപ്പ് ചെയ്യാൻ കാരണം
കൂടുതൽ നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ ആദ്യം പറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ റിപ്പീറ്റേഷൻ വന്നേക്കാം. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ചർച്ചയുടെ അവസാനം പോകുന്നവർക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്നുകൊണ്ട് ചർച്ചയുടെ ഒരു ഉള്ളടക്കം കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും എല്ലാ ചർച്ചകളും നമ്മുടെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകളായിക്കോട്ടെ, രാഷ്ട്രീയപരമായിക്കോട്ടെ, ഏത് ചർച്ചകളാണെങ്കിലും ഇങ്ങനെയുള്ള ചർച്ചകളായാലും നമ്മൾ എല്ലാ വിഷയം സമകാലീന വിഷയങ്ങളെല്ലാം എടുക്കാറുണ്ട്. കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാറുണ്ട്. എല്ലാം എടുക്കുമ്പോഴും നമ്മൾ എന്നാൽ അതേ സമയം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഇവിടെ ഒരിക്കലും ഈ ഒരു ക്ലബിനകത്ത് നിങ്ങൾക്കെല്ലാം തന്നെ റൂംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. നിങ്ങളെല്ലാവരും തന്നെ ഇതിന് മെമ്പർ ആവുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ദയവ് ചെയ്ത് ഈ ഒരു റൂമിൽ നമുക്കൊരിക്കലും, അതായത് വരൂ നമുക്ക് 1K ഫോളോവേഴ്സിന് തരാം, അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മളൊരിക്കലും ഇങ്ങനെയുള്ള ക്ലബ് ഹൗസ് യൂസ് ചെയ്യാതിരിക്കുക എന്നൊരു പോയിന്റ് കൂടി പറയുകയാണ്. നമുക്ക് പ്രഷറെല്ലാം ഉണ്ടാവും, അതെല്ലാം പോസിറ്റീവായിട്ട് സോൾവ് ചെയ്യാനുള്ള പല മെത്തേഡ്സും ഇന്നത്തെ ലോകത്തിലുണ്ട്. അതിൻ്റെ ഒരു ഉപാധി കൂടിയാണ് നമുക്കിന്നുള്ള സോഷ്യൽ മീഡിയ. പക്ഷേ സോഷ്യൽ മീഡിയ അത് അധികമാവാതെ നമ്മൾ നോക്കുക. അപ്പോൾ അതുകൂടി ഈ ഒരു നിമിഷത്തിൽ ആഡ് ചെയ്തുകൊണ്ട്, അതുപോലെ ഇന്ന് വിട്ടുപോയ എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വിസി. ഷുവർ. എനിക്ക് ഈ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആരും ഇതുവരെ ടച്ച് ചെയ്യാതിരുന്ന 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാനത് ആക്ച്വലി പ്രാക്ടീസ് ചെയ്തിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം. ഒന്ന്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റ്, ഈ വൈറ്റ് കളറിലുള്ള ലൈറ്റ് മാറ്റിയിട്ട് അത് മഞ്ഞ കളറിലുള്ള ലൈറ്റ് നിങ്ങളുടെ തലച്ചോറിന്റെ റിലാക്സേഷന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സാധനമാണ്. അത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മുടെ തലച്ചോറുമായിട്ടും നമ്മുടെ കണ്ണിനകത്ത് റെറ്റിനായിട്ടൊക്കെ വളരെ സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഇപ്പോൾ അത്. ഇപ്പൊ ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള ലൈറ്റ്, ഫ്ലൂറസൻ ലൈറ്റുകൾ ഒഴിവാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, നിങ്ങൾക്ക് അവിടെ മിനിറ്റ്സ്, ഈ 45 മിനിറ്റ്സിലും ഉറപ്പായിട്ടും നമ്മൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ ചങ്ങാതി, കാരണം ഇപ്പൊ പലരും ഈ ഭാര്യ എന്തെന്ന് നോക്കുന്നതിന് മുമ്പേ പിള്ളേർ എന്തെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ എവിടെയാണ്. രാവിലെ എഴുന്നേറ്റ പണ്ടൊക്കെ ഭാര്യയും പിള്ളേരുമായിരുന്നു തപ്പുന്നത്, അതിനു മുമ്പ് മൊബൈലാണ് തപ്പുന്നത്. മൊബൈൽ തപ്പുന്നതിനെക്കാട്ടി കഷ്ടം എഴുന്നേറ്റ് വരുമ്പോഴേ നല്ല നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒമ്നി പൊട്ടൻഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന എനർജി ആയിട്ട് ഈ ഹയർ ഫ്രീക്വൻസി നമ്മുടെ ബോഡി ഫ്രീക്വന്റ്ലി അങ്ങനെ എന്താ പറയുന്നത്, ഒരേ ഫ്രീക്വൻസി യാത്ര ചെയ്തുകൊണ്ടിരുന്നിടത്ത് നമ്മൾ ഇറങ്ങി വന്നിട്ട് ഉടനെ തന്നെ ഒരു ഫേസ്ബുക്കിലേക്കോ ഒരു സോഷ്യൽ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലേക്കോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എനർജി, ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതിന്റെ ആ എനർജി കട്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിരിക്കും. കാരണം നിങ്ങളുടെ തലച്ചോറ് അറിഞ്ഞോ അറിയാതെ അതിലേക്ക് പോകുന്നുണ്ടാവും. നെവർ എവർ ടച്ച് വിത്ത് ദ മൊബൈൽ അല്ലെങ്കിൽ എനി അതർ കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ബിഫോർ സ്ലീപ്പ് ആൻഡ് ആഫ്റ്റർ സ്ലീപ്പ്. മിനിമം 45 മിനിറ്റ്സ് നിങ്ങൾ ഇന്ന് ഡിറ്റാച്ച് ചെയ്ത് നിന്നാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ് ഉണ്ടാവും. പിന്നെ ആയുർവേദിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അശ്വഗന്ധ, പ്യുവർ ഫോം ഓഫ് അശ്വഗന്ധ നമ്മുടെ സ്ലീപ്പിംഗ് ഹോർമോൺസിനെ എന്താ പറയുന്നത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അർജുന വരുന്നുണ്ട്, വാച വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുന്നത് ബ്രഹ്മി ഇതൊക്കെ വെറുതെ ബ്രഹ്മി അല്ല, അതിന്റെ പ്യുവർ ഫോം ഓഫ് ഈ 3-4-5 പ്രൊഡക്റ്റ് പോലും നമ്മുടെ ഹെർബ്സിനകത്ത് വരുന്നത്. അത് നിങ്ങളുടെ ഫുഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ അത് ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ എക്സ്ട്രാക്റ്റഡ് ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. ആരെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ പിന്നീട് തന്നെ ബന്ധപ്പെട്ട ഞാനത് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നമുക്ക് അതിനു വേണ്ടി ഒരു സെഷൻ നമുക്ക് സെപ്പറേറ്റ്ലി തീർച്ചയായിട്ടും. പിന്നെ വൈകുന്നേരത്തെ ഉറക്കം ഒന്ന് നേരത്തെ ആക്കുക, ഭക്ഷണം നേരത്തെ ആക്കുക. യെസ്, ഓക്കെ. നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യം ഓൾറെഡി നമ്മൾ പ്രതിപാദിച്ചിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യം കൂടി നേരത്തെ, അതായത് 7 മണിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കുക എന്നൊരു ശീലം കൊണ്ടുവരിക എന്ന് പലരും പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്, ഇതല്ലാതെ ഇപ്പോൾ ബ്രഹ്മി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കേണ്ടായി. അപ്പോൾ അത് ഓർമ്മ തുടങ്ങിയ ഒരു വിഷയത്തിനെ വെച്ച് നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ വന്ന് നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ. ഇന്നത്തെ ഓഡിയൻസിൽ ഇരുന്നുകൊണ്ട് അവസാനം വരെ കേട്ടുകൊണ്ടിരുന്നവർക്കും, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നല്ല നല്ല പോയിന്റ്സ് തന്ന സ്പീക്കർ പാനലിൽ വന്ന എല്ലാവർക്കും, പേഴ്സണലി എല്ലാവരോടും ഞാൻ, കാരണം ഒട്ടനവധി സ്പീക്കേഴ്സ് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒറ്റയടിക്ക് തന്നെ നന്ദി പറയുകയാണ്. പേരെടുത്ത് പറയാത്തത് പലരും ഈ ഒരു ഗ്രൂപ്പിൽ, മീൻസ് ഇപ്പോൾ നമ്മുടെ സ്പീക്കർ പാനലില്ല, നേരത്തെ വന്നു പോയവരുണ്ട്. അവരോട് എല്ലാവരോടും തന്നെ അദാ പ്ലേസ് ടോക്കിൻ്റെ പേരിൽ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നല്ല നല്ല ടോപ്പിക്കുകളായിട്ട് നമുക്കിവിടെ അദാ പ്ലേസ് ടോക്കിലിരിക്കാം. പോകുമ്പോൾ ഒട്ടനവധി ഔട്ട്പുട്ടുമായിട്ട് പോവാം. അപ്പോൾ ഈ ഒരു ചർച്ചയും നമ്മളുടെ യൂട്യൂബ് ചാനലിനകത്ത്, എൻ്റെ ഇതിനകത്ത് ഇടുന്നുണ്ട്, ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ ആരെങ്കിലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. എന്തായാലും എല്ലാവർക്കും വളരെ നന്ദി. നല്ലൊരു ശുഭദിനം നേരുന്നു. നല്ലൊരു ആഴ്ച, ഈ നല്ലൊരു വീക്ക് കൂടി നേരുന്നു എല്ലാവർക്കും. താങ്ക് യു ആൾ.